الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. التدبر والتأمل في قوله تعالى وما أرسلناك إلا رحمة للعالمين എന്ന ആയത്തിൽ കുറെ തദബ്ബുർ ചെയ്യലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാ വിഷയത്തിലും എല്ലാ ത്വായിഫത്തിനും റഹ്മത്തായി അയച്ചത് ചിലരോരോന്നിങ്ങനെ. അപ്പോൾ ചിലർക്ക് ശിക്ഷ കൊടുക്കുന്നില്ലേ, ആ ശിക്ഷ കൊടുക്കലും റഹ്മത്താണ്. ഇത് കൊടുത്തിട്ടില്ലെങ്കിലും എന്താക്കും, കുറ്റവാളികൾ അരങ്ങാറിലെല്ലാം ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും സ്വാതന്ത്ര്യമല്ലേ. അവ ശിക്ഷ കൊടുക്കലും റഹ്മത്താണെന്ന് മാത്രം എത്താൻ പോകുന്നു. അതിനൊരു മറുപടി ഇത്ര കൂടുതൽ പറയുന്നില്ല. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുന്ന് പറഞ്ഞില്ലേ. അപ്പൊ കുറ്റവാളികളെ ശിക്ഷിക്കാതെ ഉടലി അത് റഹ്മത്തായി കണക്കിട്ടില്ല. എന്നാ കുറ്റവാളി ഇവിടെ മർദ്ദിക്കലുണ്ടായത്. ഇന്നമൻ തദബ്ബറ ഖൗലഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന ആയത്തിൽ ഒരാൾ തദബ്ബുർ ചെയ്തത് വതഫക്കറ ഫീ മആനി ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ മഹത്തായ ആയത്തിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന് ആഴത്തെ ചിന്തിച്ച യത്തലിഹു ലഹു, ആ ചിന്തിക്കുന്ന ആൾക്ക് തെളിയും ജലിയൻ വ്യക്തമായിട്ട് അന്ന ജമീഅ മാ ജാഅത് ബിഹി റിസാലത്തുൽ മുഹമ്മദിയ്യത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ വജമീഅ മസ്തമലത്ത് അലൈഹി, ഈ റിസാലത്തിൽ ഉൾപ്പെട്ട ഇതെല്ലുണ്ട്, മിൻ അവാമിർ കൽപ്പനകളുണ്ട്, വമനാഹി വിരോധങ്ങളുണ്ട്, ഇബാദാത്തുണ്ട്, മുആമലാത്തുണ്ട്, ആദാബുകളുണ്ട്, അഖ്ലാഖുകളുണ്ട്, പിന്നെ ഹുഖൂഖുകളുണ്ട്, വാജിബാത്ത്, ഇതൊക്കെ എല്ലാം പൊളിച്ചു അതിന് വെച്ചാൽ കിട്ടുമല്ലോ. ഇത് മുഴുവനും കുല്ലു ദാലിക മബ്നിയുൻ അലാ അസാസിർ റഹ്മത്തി ലിൽ ഇബാദ്, അടിമകൾക്കുള്ള റഹ്മത്ത് എന്ന അടിത്തറന്റെ മേലാണ് ഇത് മുഴുവൻ എടുത്തിട്ടുള്ളത്. എന്തിൻ്റെ പിന്നാലെ നോക്കിയാൽ റഹ്മത്ത് കാണാം. ബൽ വമാ ജാഅത് ബിഹി റിസാലത്തുൽ മുഹമ്മദിയ്യത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മിനൽ ഉഖൂബാത്ത് ഉണ്ടല്ലോ, ശിക്ഷകളില്ലേ, മിനൽ ഉഖൂബാത്തി ശറഇയ്യത്തി വഹിയൽ ഖിസാസു, അത് ഖിസാസുണ്ട്, ഹുദൂദുണ്ട്, തഅ്സീറുണ്ട്. ഖിസാസാകുമ്പോൾ ഒരാളെ കൊന്നുവോ അല്ലെങ്കിൽ അക്രമം ചെയ്താൽ അതിന് പ്രതികാരം എടുക്കലാണ്. ഹുദൂദ് എന്ന് പറഞ്ഞാൽ കട്ടോല കൈമുറിക്കലോ പോലാത്തത്. അതുപോലെ തഅ്സീറിന്റെ കുറ്റകൃത്യത്തിന് അടിയും ജയിലും മുതലായ കൊടുക്കല്. ഇതിന് റഹ്മത്തുണ്ടോ എന്ന് ചിലർ ചോദിക്കുക. അതേ റഹ്മത്തിന്റെ ഐനാണത്. അതാ കുല്ലു ദാലിക ഇന്നമാ ഹുവ റഹ്മ, ആ ചോദ്യത്തിന്റെ മറുപടിക്കാണ് ഈ ബാബ് കൊണ്ടുവന്നത്. കുല്ലു ദാലിക ഇന്നമാ ഹുവ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനത്തിനും റഹ്മത്ത് തന്നെയാണെന്ന് ഇന്നമ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? വറഹ്മത്തുൽ ലിൽ ബിലാദി വൽ ഇബാദ്, അടിമകൾക്കാവട്ടെ നാട്ടിന് തന്നെയും റഹ്മത്താണ്. അതതിൻ്റെ കാരണം ലിഅന്ന ഫീ ദാലിക ഈഖാഫൻ ലിൽ മുഫ്സിദ്, ആ ഫസാദ് ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവർ ആ പിടിച്ചു നിർത്തലാണ് ഈ ശിക്ഷൻ്റെ ഉള്ളിലുള്ളത്. ശിക്ഷ കിട്ടൂല എന്ന് കണ്ടാൽ പിന്നെ എന്താ, കുറ്റവാളികൾ അരങ്ങേറിയിട്ട് എന്തും ചെയ്യാം എന്നുള്ള ഇന്നത്തെ കാലം പോലെയാവും. ഇന്നിപ്പോ കൊലപാതകം ചെയ്താൽ ഒരു ശിക്ഷയില്ലല്ല, കുറച്ചാലും ഗവൺമെന്റിന്റെ ചെലവിലോനെ പോറ്റും, പിന്നീട് വിട്ടേക്കുന്നുള്ളൂ. അപ്പൊ ഗവൺമെന്റിന് ചെലവിന്റെ ഭാരം വന്നു. ഇവനെ കാത്തിക്കാൻ വേണ്ടി ഒരാൾ ഉറക്കം നിൽക്കുകയും വേണം, അല്ലെങ്കിൽ എന്താകും, അതിൽ ചാടിയിട്ട് നാട്ടിലേക്ക് എത്തും, പുറത്തുനിന്ന് എല്ലാം എത്തിക്കുകയും ചെയ്യും.
പെട്രോൾ പമ്പിൻ്റെ ടിന്ന് എന്താന്ന് വലിയ ബാരൽ എടുത്തോട്ട് അട്ടിക്ക് വെച്ചിട്ടല്ലേ മറ്റേ ആ കൈയില്ലാത്ത തുള്ളിച്ചടീന് പുറത്ത് കൈയില്ലാത്തവനെങ്ങനെ ഈ ബാരലെടുത്തത് 4 അടി പൊക്കമുള്ള ബാരലുണ്ടല്ലോ മണ്ണ് ഡീസലിൻ്റെ മറ്റും അട്ടിക്ക് വെച്ചവനെങ്ങനെ കയറി എനിക്ക് ലിഫ്റ്റ് വെച്ച് കൊടുക്കാതുണ്ട്. അതെല്ലാം ഒരു ഒത്തു കളിയാണ്. ഇത്ര പൊക്കത്തിന് താഴേക്ക് ഉള്ളില്ല ആടിയോണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാ ഈ കാഫ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്താൻ. ആരെ? ഫസാദ് ഉണ്ടാക്കിയ വ്യക്തിയെ അനി തവഖുലി ഫിൽ ഫസാദ്, ഫസാദിൽ പൂണ്ട് പിടിക്കൽ മെത്തട്ടോനെ പിന്തിരിപ്പിക്കലാണ്. വമൻ അല്ലി ഫസാദിഹി, അവൻ്റെ ഫസാദിനെ തടയലുമുണ്ട് ഈ കാഫിൻ്റെ ബാക്കി. എങ്ങനെ ഫസാദാണ്? മിൻ അൻ യസ്തശ്രിയ ലിഗൈരിഹി, മറ്റുള്ള ആളുകളിലേക്ക് പകരാതിരിക്കാൻ. അതിന് ഒരു ഉദാഹരണം പറഞ്ഞതാ, ഫഇന്ന ഉളുവ ജിസ്മിൽ ഇൻസാനി, ഒരു മനുഷ്യൻ്റെ തടിയിലുള്ള ഒരു ഉളുവ് ഇതാ ഫസദ, അതിന് ഫസാദ് സംഭവിച്ചു എന്നാ എന്താക്കും? ഫമിന റഹ്മത്തിൽപ്പെട്ടതാണല്ലോ അൻ യുബ്തറ, ആ ഫസാദ് ബാധിച്ച അംഗം മുറിക്കൽ. അതിനാ ലിയല്ല യസ്തശ്രിയൽ ഫസാദു, ഫസാദ് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിട്ടുകിടക്കാതിരിക്കാൻ. വയതഅദ്ദാഹു ലിഗൈരിഹി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിട്ടുകിടക്കാതിരിക്കാൻ അവിടെ കണ്ടെന്നാക്കും മുറിച്ചു മാറ്റും. വകദാലിക, ഇന്നതുപോലെ ഈ സമുദായം മുഴുവനും ഒരു ശരീരമാണ്. അതിൽ ഫസാദ് ബാധിച്ച ഒരു അംഗമാണിത്. وكذلك فإن المجتمع كله يعتبر من هذه الناحية, ഈ കാഴ്ചപ്പാടിൽ കൂടിയിട്ട് നോക്കിയാൽ അതെല്ലാം മുജ്തമഅ്, സമുദായം മുഴുവനും കാൽ ജിസ്മിൽ വാഹിദ്, ഒറ്റ ശരീരത്തിൻ്റെ ഹുക്മിലാണ്. അവിടെ ഫീ നദറി ശറഈ അല്ലേ? അപ്പം എന്നതുപോലെ അപ്പം ശരീരത്തിലുള്ള ഒരംഗം മുറിച്ചു മാറ്റുന്നത് പോലെ ഒരു കുറ്റം കെട്ടാൽ എന്താക്കും? അതിന് ശിക്ഷ കൊടുക്കും. അല്ല മറ്റുള്ളവർക്ക് എന്താകുമോ? ഓൻ എന്താ മാതിരി എന്ത് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അറിയുള്ളൂ, മറ്റുള്ളവർക്ക് എല്ലാവർക്കും ബാധിക്കും. എന്നിട്ട് വന്നു തഫ്സീലു ദാലിക ലൈസ മൗദിഉഹു ഹാദാ ഹുന. അപ്പോൾ എന്താക്കി മുമ്പ് ചുരുക്കി അത് വിശാലമായി സംസാരിക്കുന്ന സ്ഥലമല്ല ഇത്. എന്താ? ذلك لأن الرسالة المحمدية صلى الله عليه وسلم جاءت بالرحمة وللرحمة. തങ്ങളുടെ റിസാലത്ത് റഹ്മത്തുമായിട്ടാണ് വന്നത്, റഹ്മത്തിന് വേണ്ടിയുമാണ് വന്നത്. നമ്മൾ വിശുദ്ധിലേക്ക് കടന്നു. വലിദാലിക വറദത്തിൽ ആയത്തു അലാ തരീഖിൽ ഹശ്ർ, അതുകൊണ്ടാണ് ആയത്ത് ഹശ്റാക്കിയത്. വമാ അർസൽനാക, മാവയില്ലിട്ടിട്ട് ഹശ്റാക്കിയില്ലേ? തങ്ങളുടെ റിസാലത്ത് റഹ്മത്തിൽ തന്നെ മഹ്സൂറാണെന്നല്ല, റഹ്മത്തായിട്ടല്ലാത്ത മറ്റൊന്ന് ഇർസാലില്ല എന്നല്ലേ പറഞ്ഞത്. അതിനാൽ ലിയഅലമൽ ആഖിലു അന്ന ജമീഅ മദാമീൻ ഹാദിഹി റിസാലത്തി വമുസ്തമലാത്തിഹ, ഒരു ബുദ്ധിജീവി അറിയണം ഈ റിസാലത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും അത് ഒരുമിച്ച് കൂടിയ മറ്റേ അഹ്കാം നേരത്തെ പറഞ്ഞില്ലേ, അവാമിറുണ്ട്, നഹയ്യുണ്ട്, ഇബാദാത്തുണ്ട്, മുആമലാത്തുണ്ട്, അങ്ങനെ ഉണ്ടില്ലേ? അത് മുഴുവനും കുല്ലു ഉലൈക ഇന്നമാ ഹുവ റഹ്മത്തുൽ ലിൽ ഇബാദി ഫിദ്ദുനിയ വൽ ആഖിറ, ഇബാദകൾക്ക് ദുന്യാവിലും ആഖിറത്തിലും എന്ത് റഹ്മത്ത് തന്നെയാണ്. വഫീഹാ സആദതുഹും വസലാഹുഹും, ഈ റിസാലത്തിലാണ് അവരുടെ നന്മയും അവരുടെ വിജയവും ഉള്ളത്. വഫലാഹുഹും വനജാഹും ഫിദ്ദുനിയ വൽ ആഖിറ. وأنه لم تأتي الرسالة المحمدية صلى الله عليه وسلم لسعادة الآخرة وصلاح الآخرة ونجاح الآخرة فحسبه. തങ്ങൾ കൊണ്ടുവന്ന റിസാലത്ത് ആഖിറത്തിലേക്ക് മാത്രമുള്ളതല്ല, ആഖിറത്തിൻ്റെ മാത്രം സലാഹല്ല, ആഖിറത്തിൻ്റെ മാത്രം നജാഹു അല ഫഹസ്ബു. അപ്പോൾ ദുന്യാവ് എങ്ങനെ കഴിക്കണം? ദുന്യാവിലുണ്ട്. ബൽ ജാഅത്ത് ലിസആദതി വസലാഹി വഫലാഹി ദുന്യ വൽ ആഖിറതി മഅൻ. എന്നിട്ട് ആലമീനാന്നല്ലേ പറഞ്ഞത്? ആലമീൻ്റെ ദുന്യാവും ആഖിറെല്ലാം പെട്ടില്ലേ? അതിലുള്ള സകല വസ്തുക്കളും പെട്ടല്ലോ. ولذلك نبه النبي صلى الله عليه وسلم
الوكلاء والفطناء والحكماء إلى بيان موقفه من ناحية الإسعاد والإصلاح مع العالم. അപ്പം ബുദ്ധിജീവികൾ, ആക്കലീങ്ങളുണ്ട്, ആക്കലിൽ വളരെ കവിഞ്ഞ ആളുകളുണ്ട്, ഹുക്കന്മാരുണ്ട്. ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി എന്താ, ഓരോ രംഗം വരുന്ന അവസരത്തിലും തങ്ങളുടെ നിലപാടെന്താണ്. കുറേ എണ്ണിയമാണ്, പക്ഷികളോട്, കുട്ടികളോട്, മൃഗങ്ങളോട്, അടിമകളോടൊന്നും ഇങ്ങനെ എണ്ണിയില്ലേ അവിടെ. فذكر مثالا حسيا ليتضح الموقف ويبرز في صورة محسوسة. അതെന്താ ചെയ്തെന്ന് പറഞ്ഞോ, ഒരു മിസാല് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഹിസ്സിയായ മിസാല് പറയില്ലേ, മാനവീയായ കാര്യങ്ങൾക്ക് വേണ്ടി ഹിസ്സിയായ മിസാല് പറഞ്ഞിട്ട് മറിച്ചു. അപ്പോൾ ഫഫി മുസ്നദിൽ ഇമാമി അഹ്മദ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ഫീമാ യറൻ നായിമു മലക്കാനി. തങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ രണ്ട് മലക്ക് വന്നു. ഫഖഅദ അഹദുഹുമാ, ഒരാൾ ഇരുന്ന് എന്ത് രജിലേഹി, തങ്ങളുടെ കാലിൻ്റെ അടുക്കലില്ല. വൽ ആഖറു, മറ്റേയാൾ ഇരുന്നത് എവിടെയാണ്, എന്ത് റഹ്സി, തലങ്ങളുടെ അടുക്കൽ. ഫഖാല അല്ലദീ എന്ത് രജിലേഹി, കാലിൻ്റെ അടുക്കൽ നിന്ന മലക്കുണ്ടല്ലോ, ആ മലക്ക് ലില്ലദീ എന്ത് റഹ്സി, തലഭാഗത്തുള്ള മലക്കിനോട് പറഞ്ഞു, ഇദ്രിബ് മസല ഹാദാ വ മസല ഉമ്മത്തി. ഇതാ ഇവരെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ ഉമ്മത്തുമായിട്ടുള്ള മസലെന്ന് പറയണം. ആരോട് പറയുന്നത്? മറ്റേ മലക്കിനോട്. ഫഖാല, തലഭാഗത്തുള്ള മലക്കെന്താ പറഞ്ഞത്? ഇന്ന മസല ഹാദാ വ മസല ഉമ്മത്തിഹി, ഉമ്മത്തുമായിട്ടുള്ള ബന്ധം കമസലി ഖൗമിൻ സഫരിൻ, യാത്രക്കാരായ ഒരു കൗമിൻ്റെ ഉദാഹരണം. സഫർ എന്ന് പറഞ്ഞാൽ ജംഉ സാഫിർ, റക്കിബിൻ ജംഉ റാക്കിബിൻ്റെ ജമ്മെന്താണ്? റക്കിബ് എന്ന് പറഞ്ഞ പോലെ സഫർ. വഹുവൽ ഖൗമുൽ മുസാഫിറൂൻ, സഫർ പോകുന്നൊരു കൂട്ടർ. ഇൻതഹൗ, അവർ എത്തിച്ചേർന്നത് ഇലാ റഹ്സി മഫാസത്തിൻ, വെള്ളമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ്. അതാ വസലു വസ്തസഹറായി ദവ്വിയത്ത് വസുമ്മിയത്ത് മഫാത്ത് തഫാഉലൻ ബിൽ ഫൗസി വന്നജാത്തി ലിമൻ ഇൻതഹദഹ. അതായത് വെള്ളം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, ഒഴിഞ്ഞൊരു ഭൂമി, ഒരു മഫാസത്ത്. അപ്പം മഫാസത്ത് എന്ന് പേര് വന്നെന്തുണ്ടെന്ന് നേരെ ആക്സ് കൊണ്ടുള്ള പേര്. അതെ, ആക്സും അക്രൂബ്. തലശ്ശേരിക്കടത്തിൽ ഇപ്പം കസ്തൂരി മുക്ക് എന്നൊരു സ്ഥലമുണ്ട്. അതായത് നാട്ടുകാരും പഞ്ചായത്തെല്ലാം കൊണ്ടായിട്ട് കച്ചറ മുഴുവനാണ് ഇട്ടിട്ട് ബൈബോകാൻ കഴിയില്ല, മൂക്കുകൊണ്ട് ബൈബോകാൻ കഴിയാത്ത രൂപത്തിൽ നാറാൻ തുടങ്ങി. നാട്ടുകാർ പ്രതിഷേധിച്ചെല്ലാം കൂടെ കുഴപ്പാക്കിയിട്ട് എനിക്ക് പരിഹാരമില്ല. അവിടെ ഒരു ബോർഡ് വെച്ച് കസ്തൂരി മുക്കുന്ന ബസ് സ്റ്റോപ്പിൽ. ഇതിൽ നിന്ന് നല്ലോണം മുണക്കുന്നുണ്ട്, ആക്സ് കൊണ്ട് പേരിട്ട്. ഇപ്പോഴത്തെ മറ്റൊന്നും ഇറങ്ങിയില്ല, നമ്മമ്മയ്ക്ക് ബോംബെയിലുണ്ടാവില്ല. അപ്പോൾ എവിടെയെങ്കിലും നിൻ്റെ എനിക്ക് കസ്തൂരി മുക്കിൽ ഇറങ്ങണം, എനിക്ക് ചൊറുക്കൾ ഇറങ്ങണം, എനിക്ക് മഴ ഇറങ്ങണം. അങ്ങനെയാണ് മഫാദത്തെന്ന് പേര് വന്നേ. വെള്ളവും ഭക്ഷണമൊന്നും കിട്ടാത്ത മൂല അവർ യാത്ര ചെയ്തെത്തി. അപ്പം ഫലം ഞക്കും മാഹും മിനസാദി, ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് അവരുടെ കയ്യിലില്ല. എന്തേ മാ യഖ്തഊന ബിഹിൽ മഫാസ, ആ മഫാസത്ത് വിട്ടെടുക്കൊള്ളുമ്പോൾ ഭക്ഷണം വേണ്ടേ, അതില്ല. വലാമാ യർജിഊന ബിഹി, അതുപോലെ മടങ്ങുന്ന അവസരത്തിലും ഭക്ഷണമില്ല. ഫബൈനമാഹും കദാലിക, ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ, അപ്പം ഇതാണ് ഉമ്മത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞോളുന്നത്. ഇത് അത്താഹും റജുലുൻ, ഒരു റജുൽ അവിടെ വന്നു. ഈ റജുൽ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീ ഹുല്ലത്തിൻ ഹബിറത്തിൻ, അല്ലാതെ നൗഅം മിൻ ഹുസ്നിൽ സിയാബ്, നല്ല വസ്ത്രത്തിൻ്റെ പേരാണ് ഇത്, ഹബിറ. അന്ന റജുൽ അല്ലദീ ഖറജ അലൈഹിം ഹുവ മിൻ അഹ്ലിൽ ഫദ്ലി വൽ കമാൽ. അപ്പോൾ ആ നല്ല വസ്ത്രം എന്തിനാണ് സൂചിപ്പിക്കുന്നത് പറയുന്നത്? അത് ഒരു കമാലിൻ്റെ ഫളിൻ്റെ ആളാണ്. തലു അലൈഹി ആയാത്തു സിദ്ഖി വന്നുസ്, സിദ്ഖിൻ്റെയും നുസ്ഹിൻ്റെയും ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രകടമാകുന്നുണ്ട് എന്ന് വരുത്താനാണ് എന്താക്കിയത്? നല്ല വസ്ത്രം ധരിച്ചൊരാൾ വന്നത്. ഫഖാല, അദ്ദേഹം ഇവരോട് പറഞ്ഞ്, അറഅയ്തും ഇൻ വറത്തു ബിക്കും ദിയാദൻ മുഅശ്ശിബതൻ,
നിങ്ങളെയും കൂട്ടിയിട്ട് നല്ല പച്ച പിടിച്ച നല്ല നല്ല പല പഴങ്ങളും അതൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? നല്ല ഉദാഹരണമല്ലേ. വഹിയാലൻ റുവാ, വെള്ളം കുടിക്കാൻ പറ്റിയ ഹൗലുണ്ട് അവിടെ, തടാകങ്ങൾ, ഇഷ്ടംപോലെ പഴങ്ങളുണ്ട്. ആ തത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുമോ എന്നാ. ഖാലൂ നഅം, അതേ പിൻപറ്റെടുക്കും, ഇവിടെ പട്ടിണി കിടന്നില്ലേ. ഫന്തലക ബിഹിം, ആ വന്ന വ്യക്തി ഇവരെയും കൂട്ടിയിട്ട് പോയി. ഫൗറദഹും റിയാദൻ മുഅ്ശിബത്തൻ വഹിയാന റുവാ, നല്ല വെള്ളം കുടിക്കാൻ ആഹാരം തീർക്കാൻ പറ്റുന്ന ഹൗലുകളുണ്ട്, പിന്നെ പച്ച പിടിച്ച തോട്ടങ്ങളുണ്ട്. ഫഅകലൂ വശരിബൂ വസമിനൂ, അവർ അത് തിന്ന് കുടിച്ച് അവർക്ക് നല്ല ദഹനം നിന്ന് ഉഷാറായി. ഫഖാല ലഹും, അപ്പോൾ ഈ വന്ന വ്യക്തി ഉണ്ടല്ലോ അവരോട് ചോദിക്കുന്നു, ഇതിനാക്കാണ് ഉഷാറുള്ള തോട്ടത്തിലേക്ക് വിളിച്ച വരുമോന്ന്. അപ്പൊ ഈ തോട്ടം ഏതാന്ന്? ദുഞ്ഞാവിലെ സഅദത്ത്. ഇപ്പൊ ഒരു തോട്ടം കഴിഞ്ഞ്. അലം ഉൽഫിക്കും അലാ തിൽക്കൽ ഹാലി, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ആ ഹാലല്ലേ, എന്താണ്, കയ്യിലൊന്നുമില്ല, വെള്ളം ഇല്ലാണ്ട് ഇപ്പം നിങ്ങളെ ഈ കോലത്തിലായില്ലേ അല്ലേ. ഫജഅൽതും ലീ അൻ ഊരിദക്കും ദിയാദും വശിബത്തൻ, അപ്പോൾ നല്ല ഫലപുഷ്ടിയുള്ള ഒരു തോട്ടത്തിലേക്കും വഹിയാന റുവാൻ, കുടിക്കാൻ പറ്റിയ വെള്ളം ഉള്ളിടത്തേക്ക് ഞാൻ നിങ്ങളോട് എന്താ ചോദിച്ചത്, വരുമെന്നല്ലേ. ആ വന്ന് കിട്ടണ്ടെല്ലാം കിട്ടി. ഇപ്പം കാലു ബല, ഇനിയും വിളിച്ചാൽ വരൂലേ എന്നാ പിന്നെ ചോദ്യം. അതേതാണ് ആഖിറാന്ന് ഉദ്ദേശിക്കുന്നത്. കാല ഫഇന്ന ബൈന ഐദീകും ദിയാലൻ ഹിയ അശബു മിൻ ഹാദിഹി, ഇതിനേക്കാണ് നല്ല പച്ച പൊടിച്ച് സമ്പൽ സമൃദ്ധമായ ഒരു തോട്ടം നിങ്ങളുടെ മുമ്പിൽ ഇനിയും വേറെ വരാനിരിക്കുന്നു. അതുകൊണ്ട് ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റണേ എന്ന് പറഞ്ഞു. കാല ഫഖാമത് ത്വായിഫത്തുൻ, അത് ഇദ്ഗാം ചെയ്ത് വായിക്കുമ്പോൾ ഫഖാലത് ത്വായിഫത്തുൻ, ഒരു തായിഫത്ത് പറഞ്ഞ് എന്ത്, കാല വായിച്ചിട്ടില്ല. ഫഖാമത് ത്വായിഫത്തുൻ, ഒരു തായിഫത്ത് എണീച്ച്. കാലത്ത് സദഖ വല്ലാഹി, ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇപ്പം നമുക്ക് അനുഭവിച്ചല്ലോ. ലനത്തബി അന്നഹു, അവരെ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. വക്കാല തായിഫത്തുൻ, ഒരു തായിഫത്ത് പറഞ്ഞ് കത് റലീന ബിഹാദ, ഇത് മതി, ഇപ്പം തിന്നാനും കുടിക്കാനൊക്കെ കിട്ടിയില്ലേ, ഇനി വേറെ തോട്ടത്തിലേക്കൊന്നും പോകണ്ട, ഇട്ടന്നെ കൂടാന്ന് നോക്കിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിൽക്കാം. അപ്പം നല്ല ഇനി വഴി വ്യാഖ്യാനം ആവശ്യമില്ലാത്ത ഉദാഹരണം ഇത്. ഫലഖദ് ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിസാലത്തിൻ ആമ്മത്തിൻ, ആമായ റിസാലത്തുമായിട്ടാണ് വന്നത്. ആരെയും ഒഴിവാക്കിയിട്ടില്ല, മനുഷ്യന്മാരെയോ ജിന്നുകളെയോ മലായിക്കത്തിനെ പോലും ഒഴിവാക്കി എല്ലാവർക്കും റസൂലാണ് സല്ലല്ലാഹു അലൈഹി. കാഫിലത്തൻ വകാഫിയത്തൻ വവാഫിയത്തൻ, അത് മനുഷ്യൻ്റെ ഐഹിക പാരത്രികമായ ജീവിതത്തിന് എല്ലാത്തിനെയും ഉൾക്കൊണ്ടതാണ്, എല്ലാത്തിനും മതിയാതാണ്. വേറാട് വായ്പ വാങ്ങിയിട്ട് അത് ശാസ്ത്രാന്ന്, ഇത് മൂത്തറാന്ന്, ഇത് മറ്റേതാന്ന്, മറ്റേ ഐതിഹ്യം എന്നെല്ലാം പറഞ്ഞിട്ട് അതൊന്നും വാരിപ്പെടേണ്ട ആവശ്യമില്ല. എന്താ വേണ്ടത് എല്ലാം ദീനത്തിനുണ്ട്. ജമീഇ മസാലിഹിൽ ബശർ, ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ മസാലത്തും ഉണ്ട്. വഫീമാ ഫീഹി സആദത്തുഹും ഫിദ്ദുനിയ വൽ ആഖിറയിലുള്ള വിജയം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നോക്ക്, മുഅ്മിനീങ്ങൾ എണ്ണുന്നതാ. ഫൽ മുഅ്മിനൂന സാദിഖൂൻ, സാദിഖീങ്ങളായ മുഅ്മിനീങ്ങൾ ഇത് ആ എണീച്ചില്ലേ രണ്ടാമത്തെ തോട്ടത്തിൽ പോകാൻ. അഖദൂ ബിജമീഇ മബാദിഇ റിസാലത്തിൽ മുഹമ്മദിയ്യത്തിൽ മനൂതത ബിഉമൂരി ദുനിയ വബിഉമൂരിൽ ആഖിറ, ദുനിയാവിൻ്റെ മസ്ലഹത്തും ആഖിറത്തിൻ്റെ മസ്ലഹത്തുമായി ബന്ധപ്പെട്ട എല്ലാം എന്താക്കി അവരെടുത്തു. ഫനാലു മിനല്ലാഹി സഅദത ദുനിയ വൽ ആഖിറ, രണ്ട് സഅദത്തും അവർക്ക് കിട്ടി. വഗൈറുഹും, മറ്റുള്ളവർ ഏത് ഇവിടെ തന്നെ തിന്നും കുടിക്കാനെല്ലാം ഉണ്ടല്ലോ, മദീന പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതാണേത് വഗൈറുഹും. അഖദു ബിമബാദിഇ റിസാലത്തിൽ മുഹമ്മദിയ്യത്തിൽ ലത്തി ഫീഹാ മസാലിഹുദ് ദുനിയ, ദുനിയാവിൻ്റെ മസ്ലഹത്തുള്ളതെല്ലാം എടുത്തപ്പോൾ ഹസ്ബ, അതിനപ്പുറം ഒന്നും ചിന്തിച്ചില്ല. ഫനാലു ഹല്ലഹും മിൻ സഅദത്തി ദുനിയ വറഫാഹിയത്തിഹ, ദുനിയാവിൻ്റെ സഅദത്ത് അവർ കിട്ടി, അതിൻ്റെ സുഖജീവിതം കിട്ടി. വന്തിലാമ ഉമൂരിഹ, ദുനിയാവിൻ്റെ കാര്യമെല്ലാം ശരിയായി വന്നു. പക്ഷേ വലാകിന്നഹും ലം യഖുദൂ ബിമാ ഫീഹി സലാഹു ആഖിറതിഹിം വസആദതിഹിം ഫിൽ ആഖിറ,
ആഖിറത്തിലുള്ള സഹാദത്തിൻ്റെയോ സലാഹിൻ്റെയോ കാര്യം ഓരെടുത്തില്ല. ഈ ഒന്നാമത്തെ തോട്ടം തന്നെ മതി എന്ന് പറഞ്ഞ് ഫമാലഹും ഫിൽ ആഖിറത്തി മിൻ ഖലാഖ് ഹാദാ, ഇതങ്ങോട്ട് മനസ്സിലാക്കിക്കോ. അപ്പോൾ വഇന്ന ഖൗലഹു തആല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ ആലമീൻ ഏതാണ്? അല്ലാഹു അല്ലാത്തല്ല. അല്ലാഹ്ക്ക് പിന്നെ റഹ്മത്ത് അവിടുന്ന് ഇങ്ങോട്ട് കിട്ടലല്ലേ. യശ്മലു ആലമൽ ഇൻസി വആലമൽ ജിന്നി വആലമൽ മലായികതി വമാ യത്ബഉ ദാലിക മിനൽ അവാലിം. ഇൻസുകൾ പെട്ടു, ജിന്നുകൾ പെട്ടു, മലായികത്തും പെട്ട്, ഇനി ബാക്കി എന്തെല്ലാം ഉണ്ട് അതെല്ലാം പെട്ടിട്ടുണ്ട്. ഇനി വന്നെടുക്കാം. അമ്മാ റഹ്മത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഇൻസി, മനുഷ്യന്മാർക്കുള്ള റഹ്മത്ത് എന്താ? ഫഹുവ മാ തഖദ്ദമ ബിൻ ശുമൂൽ റഹ്മത്തിഹി ലിജമീ തബഖാത്തിൽ ഇൻസ്, മനുഷ്യന്മാരുടെ എല്ലാ തബഖാത്തിനും ഉൾക്കൊള്ളുന്ന കുറേ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞു പോയി. യതീമക്കളോട് എങ്ങനെ വേണം, മിസ്കീന്മാരോട് എങ്ങനെ വേണം, വിധവകളോട് എങ്ങനെ വേണം, വാപ്പായിനോട് എങ്ങനെ വേണം, കുട്ടികളോട് എങ്ങനെ വേണം, അതെല്ലാം എണ്ണിത്തീർത്ത്. ഇനി ജിന്ന് പറഞ്ഞിട്ടില്ല അവിടെ. എന്താ? വഅമ്മാ റഹ്മത്തുഹു ലിൽ ജിന്നി, ജിന്നുകൾക്കുള്ള റഹ്മത്ത് ഫകദാലിക്കൽ അംറു, മനുഷ്യന്മാർക്ക് പറഞ്ഞ പോലെ തന്നെയാണ്. പറഞ്ഞ് നോക്കിയാൽ കാണൂല എന്നേ ഉള്ളൂ. ഹുവ ഫിൽ ജിന്നി കമാ ഫിൽ ഇൻസ്, ജിന്നിൽ ഇൻസിലുള്ള പോലെ തന്നെ. എന്തുകൊണ്ട്? ബേറ്റിബാരി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുൻ ഇലൽ ജിന്നി അയ്ളൻ, ജിന്നിലേക്ക് മയക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇജ്മാഅല്ലേ റിസാലത്ത് തക്ലീഫിൻ്റെ റിസാലത്ത്. വഖദ് ബല്ലഗഹും വഅമറഹും വനഹാഹും വബയ്യന ലഹും, അപ്പം ജിന്നുകൾക്ക് എന്താക്കി? തങ്ങളെ റിസാലത്ത് എത്തിച്ചിട്ടുണ്ട്. അവരോടുള്ള കൽപ്പനയോട് പറഞ്ഞു കൊടുത്ത്, വിരോധിച്ച കാര്യം പറഞ്ഞു കൊടുത്ത്, അവർക്കുള്ള ഹുക്കുമുകൾ ഫിഇദ്ദത്തി മുനാസബാത്തിൽ, പല സന്ദർഭങ്ങളിൽ. ഹദീസിൻ്റെ കിതാബിൽ എത്രയുള്ളേ ജിന്നുകൾക്കുമായി പ്രത്യേകം ക്ലാസ് എടുത്തതും. കമാ അന്നഹും തവാഫദു അലൈഹി, ഇതുപോലെ തന്നെ അവർ കൂട്ടം കൂട്ടമായി തങ്ങളടുക്കിലേക്ക് വന്നിട്ടുണ്ട്. വസ്തമഉ ഇലൈഹി, തങ്ങൾ പറയുന്ന കാര്യം ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ട്. ഓ തഫ്സീലു ദാലിക, അതിൻ്റെ മുഴുവൻ വിശദീകരണങ്ങൾ മുബയ്യനു ഫി കിതാബിന അൽ ഈമാനു ബിൽ മലായികത്തി വൽ ബഹ്സി ഹൗല ആലമിൽ ജിന്ന് എന്നൊരു കിതാബുണ്ട്. ഇതുപോലെ തന്നെ ഒന്ന് മലായികത്തിനെ കുറിച്ച് പറയുന്നത്, അക്കൂട്ടത്തിൽ തന്നെ എന്താക്കി താബിയായിട്ട് ജിന്നുകളെ കുറിച്ച് പറയുന്നത്. അവിടെ ഫർജി ഇലൈഹി തജിദുൽ അദില്ലത അലാ ദാലിക, അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ തെളിവുകളൊക്കെ കിതാബിലുണ്ട്. നമ്മൾ ദലാലിന് മുമ്പ് പറ്റി കുറേ ഓതിയിട്ടുണ്ടെങ്കിൽ. ഇനി മലായികത്തിന് ഒന്നാ ചോദ്യം. വമ്മാ ശുമൂലു റഹ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിആലമിൽ മലായിക, മലായികത്തിലേക്ക് ശുമൂൽ എന്താ? അവരിലേക്ക് റസൂലിനെ അയക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തക്ലീഫ് വേണ്ടല്ലോ. ഓർ ജനിക്കുമ്പം തന്നെ എന്താണ്? അപ്പോൾ തങ്ങളെ കൊണ്ടുള്ള ഷറഫ് കിട്ടണം, തങ്ങളുടെ നേതൃത്വം എന്നുള്ള ഒരു ഷറഫ്. എന്നുള്ള മലായികത്തിൻ്റെ ഷറഫ് തങ്ങൾ കിട്ടലല്ല. അപ്പോൾ ഇവർക്ക് ദുസ്വഭാവങ്ങളോ തെറ്റായ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് വലിയ തക്ലീഫൊന്നും വേണ്ട. ഉലമാക്കളും ഉറഫാകാരാണ് സൂഫിയാക്കളായ ബാത്തിനിൻ്റെ ഉലമാക്കൾ. അവരെല്ലാവരും പോയിട്ടുണ്ട്. നവദാലിക്ക മലായികത്തിന് ഇമ്മാ ബിഇതിബാരി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലുൻ ഇലൈഹിം, അവരിലേക്ക് തങ്ങളെ അയച്ചിട്ടുണ്ട്. ബി റിസാലത്തിൻ, ഒരു റിസാലത്തുമായി. എങ്ങനത്തെ റിസാലത്ത്? മനുഷ്യന്മാരുടെ റിസാലത്ത് പോലെയല്ല ഓരോ ജീവിതം. അപ്പോൾ അമ്രുൽ നഹീലക്കൽ മാറ്റങ്ങളുണ്ടാവും. ചില അഹ്കാമ് വേണ്ട. അപ്പം മുനാക്കഹത്തിൻ്റെ അഹ്കാം മലായികത്തിന് വേണം. തിന്നുന്ന കുടിക്കുന്ന അതൊന്നും വേണ്ട. അവർക്കൊരു പ്രത്യേക ഇതുണ്ട്. ദഫീഹ തക്ലീഫുൽ ലഹും ബി അവാമിറ വനവാഹിയ, മലായികത്തുമായിട്ട് ബന്ധപ്പെട്ട ചില അമ്ര നെഹീൻ്റെ തക്കാലീഫ് പഠിക്കുന്നുണ്ട് മലായികത്തിലുണ്ട്. അത് കമാ റജ്ജഹു കസീറും മിൻ മുഹഖിഖിൽ മുഹദ്ദിസീന വൽ ഫുഖഹാ, ഫുഖഹാക്കന്മാരാലും മുഹദ്ദിസീങ്ങളുമായിട്ടും മുഹഖിഖീങ്ങൾ അതെന്താക്കി ആ കൗലാണ് റാജിയാക്കിയത്. ഇർസാല് തക്ലീഫ് തന്നെ. പക്ഷെ തക്ലീഫ് ചെയ്ത് നമ്മൾക്ക് പോലും തക്ലീഫല്ല. ഈ മുക്കല്ലഫിൻ്റെ മാറ്റം അനുസരിച്ച് ഹുക്കുമിൽ മാറ്റം വരുമല്ലോ. വഇമ്മാ ബിഇതിബാരി അന്നഹു മുർസലുൻ ഇലൈഹിം റിസാലത തശ്രീഫിൻ, ഒരു ഇത്തിബാർ പ്രകാരം തശ്രീഫിൻ്റെ റിസാലത്താണെന്നാണ് പറയുന്നത്. തശ്രീഫ് എന്ന് പറഞ്ഞാൽ ഷറഫ് കിട്ടലേ.
എങ്ങനെ മലായിക്കത്തിനെല്ലാം തങ്ങളെ കൊണ്ട് ഷറഫ് കിട്ടില്ലേ, നമ്മൾ പ്രത്യേക തക്ലീഫ് ഇല്ല. അത് ഷഫഖത് ഷമിലഹും. അപ്പം അങ്ങനെ വരുമ്പോൾ അവരെയും ഉൾക്കൊണ്ടു റഹ്മത്തി, റഹ്മത്തിൻ്റെ വിശാലത. വനാലു ബിവാസിതതിഹി, തങ്ങൾ മുഖേന അവർക്ക് കിട്ടുന്ന ഉലൂമൻ ജമ്മത്തൻ കസീറ, ധാരാളം ഉലൂമുകൾ തങ്ങളെ പക്കന്ന് കിട്ടാനുണ്ട് കേട്ടാ. വഅസ്റാറൻ അളീമത്തൻ കസീറത്തൻ, അതെന്താ? മിമ്മ ഔദ അല്ലാഹു തആല ഫീ കിതാബിഹി അല്ലദീ ഉൻസില അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്ക് ഇറക്കപ്പെട്ട കിതാബിൽ എന്ത് പറഞ്ഞു? അതുപോലെ വൽ ഈഹാത്തിൻ നബവിയ്യത്തില്ലത്തി ഔഹാഹാ ഇലൈഹി, വഹയ്കളിലുണ്ട്. വഖദ് ഖാല അല്ലാഹു തആല കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദകറ ഫീ സുഹുഫിൻ മുകറമ മർഫൂഅത്തിൻ മുതഹറ ബിഐദി സഫറ കിറാമിൻ ബററ. അപ്പം കണ്ട ആരാണ് ഇവിടെ? ഫീ സുഹഫ് മുകറമ, ആദരിക്കപ്പെടേണ്ടുന്ന സുഹഫിൽ, അത് ഉന്നതമാണ്, മുതഹറത്താണ്. അത് ബിഐദി സഫറത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. എന്താ സഫറത്ത്? കിറാമിൻ ബററ. വൽ മുറാദു ഹുനാ ബി സഫറത്തി, ബാക്കിയൊന്നും വലിയ തഫ്സീർ വേണ്ടില്ല. സഫറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മലായിക്കത്തു, മലായിക്കത്തുകളാണ്. ഫഹും യത്ലൂന മാ അദിനല്ലാഹു തആല ലഹും ബിഹി, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമ്മതം കൊടുത്തത് അവർ പാരായണം ചെയ്യും. മിൻ തിലാവത്തി ഹാദൽ ഖുർആനിൽ കരീം അൽ മക്തൂബി ഫീ സുഹഫിഹിം, അത് അവരുടെ കയ്യിലുള്ള സുഹഫിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. വയസ്ദാദൂന ബിദാലിക ഇൽമൻ വമഅരിഫതൻ ബിജലാലില്ലാഹി സുബ്ഹാനഹു വ തആല വഅളമതിഹി വഹിക്മതിഹി, അല്ലാഹുവിൻ്റെ അളമത്തിനെ കുറിച്ചും അള്ളാഹിൻ്റെ ഹിക്മത്തിനെ കുറിച്ചും അവൻ്റെ ജലാലിനെ കുറിച്ചുമുള്ള മഅരിഫത്ത് വർദ്ധിക്കുകയാണ് അലൈഹി മലായിക്കത്തിന്. وفي الصحيحين أن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم പറഞ്ഞു الذي يقرأ القرآن, ഖുർആൻ ഓതുന്ന ഒരു വ്യക്തി, ഇത്തരത്തിൽ വഹു മാഹിറും ബിഹി, ഖുർആനെ കൊണ്ട് അയാൾ മാഹിറാണ്, നല്ല ഉച്ചാരണം, നല്ല തജ്വീദ്, അതുപോലെ തന്നെ ക്രമപ്രകാരം തന്നെ സ്പെഷ്യലിസ്റ്റായിട്ട് ഓതുന്ന ആൾ. മഅസ്സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞു. ഐദി സഫറത്തിൻ കിറാമിൻ ബററ എന്ന് ആയത്തിൽ പറഞ്ഞില്ലേ, അവരുടെ കൂട്ടത്തിലാണ്, അവരെ പോലെ ഓതുന്നവരാണ്. വല്ലദീ യഖ്റഉൽ ഖുർആന, ഇനി രണ്ടാമത്തെ ഒരാൾ ഖുർആൻ ഓതുന്നു. വഹുവ അലൈഹി ശാഖുൻ ലഹു, അയാൾക്ക് കുറച്ച് പ്രയാസമുണ്ട്, പഠിച്ചുണ്ടാക്കണം, ഉച്ചരിച്ച് ശീലിക്കണം കുറച്ച്. എന്നാൽ ലഹു അജ്റാനി, അയാൾക്ക് 2 കൂലി കൊടുക്കും. പക്ഷേ സ്ഥാന ആയിട്ടില്ല, സഫറത്തുൽ കിറാമിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഹാദാ, ഇത് പിടിച്ചോ. വഖദ് അജ്മൽനൽ കലാമ അലാ ഹാദിഹിൽ ആയത്തിൽ കരീമത്തി ഫി ഹാദൽ മൗത്തിൻ, ഈ സന്ദർഭത്തിൽ ഈ ആയത്തിൻ്റെ വിഷയമാണ് ഇത്ര മുജ്മലായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ? ലിഅന്നനാ സൗഫ നതകല്ലമു അലൈഹാ ഇൻഷാ അല്ലാഹു തആല ബഅദു, ഈ ആയത്തിനെ പറ്റിയിട്ട് പിന്നെ കുറേ സംസാരിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ഫിൽ ഹൽഖത്തി സാനിയത്തി മിൻ ഹാദൽ കിതാബ്, ഈ കിതാബിൻ്റെ 2ാം ഭാഗത്ത്, പക്ഷെ 2ാം ഭാഗമായിട്ട് അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ കാണുന്നില്ല. അതാ വഹിയൽ ഹൽഖത്തുല്ലത്തി യുബഹസു ഫിഹാ മവാഖിബ് സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആലം, ആലമിനോടൊപ്പം തങ്ങളെ നിലപാടെന്തായിരുന്നു ചെയ്യുന്ന വിഷയത്തിലാണ്. ഇത് വഴുതെന്നല്ല പറയുന്നത്, പക്ഷെ കിതാബ് തീർത്ത് നോക്കുമ്പോൾ അങ്ങനെ പ്രത്യേക ചർച്ച കാണുന്നില്ല. അല്ല വിചാരിച്ചിട്ടുണ്ടായിരിക്കും, അല്ല ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. നോക്കാം. വമീൻ ജുംലത്തി തിൽക്കൽ മവാഖിഫി, ആ മവാഫിക്കിൻ്റെ കൂട്ടത്തിലുണ്ട് ജാഅ റഹ്മത്തൻ ലിൽ ആലമീൻ ഫഹുനാക തഫ്സീൽ ഇൻഷാ അല്ലാഹു തആല. അവിടെ പറഞ്ഞ് മുത്താക്കി മുമ്പ് ചുരുക്കി പറഞ്ഞു. ഇനി ഓരോ ഔസാഫ് എടുക്കുന്ന ഹയാ, ഫീ അലീമി ഹയാഇഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ, തങ്ങളുടെ ഹയായിനെ കുറിച്ചാണ് ഈ സംസാരം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅളമൻ നാസി ഹയാഅൻ, ഹയാഇനാൽ ഏറ്റവും ശക്തി കൂടിയവരാണ്. എന്തുകൊണ്ടാണ്? ലിഅന്നഹു അഅളമുഹും ഈമാനൻ, ഈമാൻ ഏറ്റവും ശക്തി കൂടിയവരല്ലേ തങ്ങൾ. അപ്പം ഈമാൻ അനുസരിച്ചാണ് ഹയാ ഉണ്ടാകുക.
വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ മിനൽ ഈമാൻ, ഹയാ എന്നുള്ളത് ഈമാന്റെ ഒരു ഭാഗമാണ്. وفي الصحيحين عن أبي سعيد الخدري رضي الله عنه قال كان رسول الله صلى الله عليه وسلم أشد حياء من العذراء في خدرها. കെട്ടിക്കപ്പെടാത്ത പെണ്ണുണ്ടാവുമല്ലോ, പ്രായപൂർത്തിയത്തിൽ കെട്ടിക്കപ്പെടാത്ത പെണ്ണിൻ്റെ ഹയാ അവളെ അവരുടെ മറൻ്റെ ഉള്ളിൽ അതിനേക്കാണ് ശക്തിയാണ് തങ്ങളെ ഹയാ. അതൊരു ഹിസ്സായ ഒരു ഉപമ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. وفي رواية البخاري وإذا كره شيئا عرف في وجهه صلى الله عليه وسلم. അനിഷ്ടകരമായ ഒരു കാര്യം തങ്ങൾക്ക് സംഭവിച്ചാൽ അത് മുഖത്തും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. വമിനൽ മഅലൂമി അന്നൽ മർഅൽ അദ്റാഅ, അതിനായ ഉദാഹരണം പറഞ്ഞില്ലേ, അശദ്ദ ഹയാഅൻ, അദ്റാഅ ഒരു പെണ്ണ്, വഹിയൽ ബിക്റുൽ മുസ്തത്തിറത്തു ഫീ ഖിദ്രിഹ, ഐ മറൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഈ ബിക്റായ പെണ്ണി, നാഹിയത്തി ബൈത്തിയ ഹൈമത്തിയ, ഒന്നിക്ക് വീട്ടിനുള്ളിലാവാം അല്ല ഹൈമയിലാകാം. തകൂന ശദീദത്തൽ ഹയാ, ഹയാ ശദീദത്തായിരിക്കും. ഇക്കാലത്ത് എങ്ങനെ ഇല്ലെങ്കിലും ഇക്കാലത്തോത്ത് കാണൂല. ഫലഖദ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ ഹയാഅൻ മിന്നാ, അതാ ഉപമയായി പറഞ്ഞു. വൽ ഹയാ എന്നുള്ളതെന്താ, ഖുലുഖുൻ, അതൊരു സ്വഭാവമാണ്, ഒരു ഖുലുഖ്. യബ്അസു അലജിത്നാബിൽ ഖബീഹി, മോശമായ കാര്യങ്ങളെല്ലാം കൈവടിയണമെന്ന് എന്താക്കും, മനുഷ്യനെ പ്രേരിപ്പിക്കും. വയംനഉ മിന തഖ്സീരി ഫീ ഹഖ്ഖി ദിൽ ഹഖ്ഖി, ഹക്ക് കൊടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ, അവരുടെ ഹക്കിൽ എന്തെങ്കിലും ഉപേക്ഷ വരുന്നതിനെ തൊട്ട് ഹയാ തടയും ചെയ്യും. അതങ്ങനെ കൊടുക്കാണ്ടിരിക്കുക, അതങ്ങനെ എന്ന് വെച്ചിട്ട് അപ്പം എല്ലാ ഖബീഹിനെയും ഒഴിവാക്കാൻ പ്രേരിപ്പിക്കും, തഖ്സീറിനെ തൊട്ട് തടയും ചെയ്യും. വലിദാലിക, അതുകൊണ്ടാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, ശരിയായ ഹയാ എന്താക്കണം, നിങ്ങൾക്ക് വെച്ചു പുലർത്തണം എന്ന് പറഞ്ഞത്. ഫഖാലൂ, അസ്ഹാബിമാർ പറഞ്ഞു റളിയല്ലാഹു അൻഹും, ഇന്നാ ലനസ്തഹ്യീ മിനല്ലാഹ് വൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ തൊട്ട് നമ്മൾ ഹയാ വെക്കുന്നുണ്ട് നബിയെ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കദാലിക, ഇങ്ങനെയുള്ളത് പോരാ, അതിനെക്കുറിച്ച് വിശദീകരണമുണ്ട്. വലാകിനിൽ ഹയാഉ മിനല്ലാഹ്, അല്ലാഹുവിനെ തൊട്ടുള്ള ഹയാ എന്ന് പറഞ്ഞാൽ എന്താ, ഹുവ അൻ തഹ്ഫളർ റഅസ വമാ വഅ, ഇത് മുമ്പ് കഴിഞ്ഞ ഹദീസ്. അൻ തഹ്ഫളർ റഅസ വമാ വഅ വൽ ബത്ന വമാ ഹവാ ഇലാ തമാമിൽ ഹദീസ്. അതവിടെ കഴിഞ്ഞ് കമാ തഖദ്ദമ ഫീ ജുംലത്തിൽ 40, 40 ഹദീസുകൾ ഉദ്ധരിച്ച കൂട്ടത്തിൽ ഈ ഹദീസ് അവിടെ ശറഹടക്കം കഴിഞ്ഞിട്ടുണ്ട്. റഅസേദ തല, വമാ വഅ എന്ന് പറഞ്ഞാൽ തല ഉൾക്കൊള്ളുന്നതല്ലാണ്, കണ്ണ്, കാത്, നാവ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന. അപ്പം മനുഷ്യൻ്റെ ഒരു വക ജമാരിഹെല്ലാം ഉൾക്കൊണ്ട്. ബാത്തിന് വമാ ഹവ, ബാത്തിനെയും ആ ബാത്തിനെ ഉൾക്കൊള്ളുന്ന. അപ്പം വിദാത്തിൽ ഇതല്ലേ ലാഹിറായ അംഗങ്ങളുണ്ട്. അപ്പം വഫീഹി ബയാനു അന്നൽ ഹയാ യഹ്മിലു സാഹിബഹു അലാ ഫിഇലിൽ കമാൽ. ആ ഹദീസ് പഠിച്ചാൽ മനസ്സിലാക്കാം എന്ത്, ആ ഹയാ ഉடைய മനുഷ്യൻ എന്താക്കും, എല്ലാ കമാലിയായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയും വയംനഉഹു മിനൽ നുഖ്സാൻ, നുഖ്സാനത്തോടെ തടയുകയും ചെയ്യും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈരിൻ, ഹയാ എന്നുള്ളത് ഖൈറിനെ അല്ലാതെ കൊണ്ടുവരില്ല എന്നും പറഞ്ഞു. കമാ ഫിൽ ബുഖാരി റളിയല്ലാഹു അൻഹു. വഖദ് ബലഗ മിൻ ഹയാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ലം യുവാജിഹ് അഹദൻ ബിമാ യക്റഹുഹു, ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം മുഖത്തോ നോക്കി സംസാരിക്കില്ല. മുഖത്ത് നോക്കിയിട്ട് മുമാജത്ത് ചെയ്തിട്ട് ബാൽ പിന്നെ എന്താ യുവായിട്ടുള്ള വിധാല, അതോടെ താഴേന്നാക്കലാണ്, ഇന്നാളെന്നോ നീന്നൊന്നും പറയാതെ. ഔ യഅ്മുറു ബഅദ സ്വഹാബത്തി റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കും മൻ യുസാരിഹു ബിദാലിക റജുലൽ മുഖസ്സിർ, ആ ഉപേക്ഷ വരുത്തിയ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ എന്താ അയാൾ ചങ്ങനാന്ന് വെച്ചോ ഏർപ്പാടാക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. റവാ അബൂ ദാവൂദ് വത്തിർമിദി വഗൈറുഹുമാ അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാജിഹു അഹദൻ ഫീ വജ്ഹിഹി ബിശൈഇൻ യക്റഹുഹു.
ഒരാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം മുഖത്ത് നോക്കിയിട്ട് തുറന്നു പറയൂല. ഫദഖല അലൈഹി യൗമൻ റജുലുൻ വഅലൈഹി അസറു സുഫറത്തിൻ, ഒരു വ്യക്തി വന്നു. അങ്ങോട്ട് ഒരു മഞ്ഞൻ്റെ അടയാളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട്. ഫലമ്മ കാമ, അവിടെ നിന്ന് എണീച്ചപ്പോൾ കാലലി അസ്ഹാബിമാരോട് പറഞ്ഞ് ലൗ അമർത്തും ഹാദാ യഗ്സില ഹാദിഹി സഫറ, ആ മഞ്ഞ ഒന്ന് കഴുകിക്കളയാൻ വേണ്ടി പറയണം. ഒരു കളറ്. വറവ അബൂ ദാവൂദ് അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബലഗഹു അനിർ റജുലി ശൈഉൻ, ഒരു റജുലിനെ പറ്റി എന്തെങ്കിലും ഒരു വാർത്ത വന്നു, ലം യഖുൽ, പറയൂല മാ ബാല ഫുലാൻ, അദ്ദേഹത്തിൻ്റെ പേരെടുത്തിട്ട് ആ ഫുലാൻ എന്ത് പറ്റിയെന്ന് പറയൂല, ഫുലാൻ്റെ പേര് പറയൂല. വലാകിൻ യഖൂലു മാ ബാലു അഖ്വാമി യഖൂലൂന കദാ വകദാ, ആ മാ ബാലു വമിനൻ നാസി, ആ ശരിയുണ്ടല്ല, ആ പ്രയോഗമാണ്. വമിൻ ദാലിക ഹയാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖൗമിൽ ലദീന അതാലുൽ ജുലൂസ ഇൻദഹു ബഅദൽ അഖിൽ, ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്താക്കി കുറേ സമയം പുരയിലിരുന്നു. ആരോട് നിങ്ങൾ പോയിക്കോന്നിട്ട് പറയൂല. തങ്ങൾക്കാണെങ്കിൽ അവിടെ വിഷം കൊണ്ട് ഇടിങ്ങിയ പോരാ, ഇടിങ്ങിയ സ്ഥലമായിരിക്കുമല്ലോ, അവിടെ എല്ലാവരും കൂടെ കൂടി അങ്ങ് നിന്നിട്ട് വർത്തമാനം പറഞ്ഞാൽ. അപ്പോൾ തങ്ങൾ പറയാൻ മടിച്ചപ്പോൾ എന്താക്കി അള്ളാഹു തലയിട്ടെടുക്കുന്നു. ഞാൻ പറഞ്ഞോളാം, ഞാൻ പിരിഞ്ഞു വയ്ക്കുമെന്ന് ആയത്തിറക്കിയില്ലേ. അതാ ഫസ്തഹിയ അൻ യഖൂല ലഹും ഇൻസരിഫ്, എല്ലാവരും പോയിക്കോളി എന്ന് പറയുമ്പോൾ തങ്ങൾക്ക് ലജ്ജയാണ്. ഹത്താ നസലത്തിൽ ആയത്ത് ഫീ ദാലിക്, ആ വിഷയത്തിൽ ആയത്തിറങ്ങി. ഇവിടെ ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യി എന്നോടുകൂടി ഇലാ തആമീൻ, അതിൻ്റെ ലാസ്റ്റ് ഉണ്ടല്ലോ, ഗൈറ നാദിരീന ഇനാഹു വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ എന്നിട്ട് ഫഇദാ തഇംതും ഫന്തശിറൂ, കഴിച്ചു കഴിഞ്ഞാൽ സ്ഥലം വിടുക. പോയിക്കോന്ന് പറഞ്ഞിട്ട് പോക്കുണ്ടാവില്ല. കമാ ഫീ സഹീഹിൽ ബുഖാരി അൻ അനസ് റളിയല്ലാഹു അൻഹു قال كان رسول الله صلى الله عليه وسلم عروسا بزينب, സൈനബ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം ചെയ്ത ആ സമയം തങ്ങളുടെ പുതിയാപ്പള. ഫഖാലത്ത് ലി ഉമ്മു സുലൈം, ഉമ്മു സുലൈം ആരാ? അനസ് തങ്ങളുടെ ഉമ്മ എന്നോട് പറഞ്ഞ് ലൗ അഹ്ദൈന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയത്തൻ, മോനെ നമുക്ക് നബിക്കൊരു ഹദിയ കൊടുത്തേക്കണ്ടേ, ഞങ്ങളെ ഒരു കല്യാണം. അനസ് പറഞ്ഞു ഫഖുൽതു ലഹു, ഉമ്മനോട് വലിയാക്കണം. ഫഅമിത്തു ഇലാ തംറിൻ വസംനിൻ ഫഅമിദത് ഇലാ തംറിൻ വസംനിൻ വാഖിത്, പാൽ കട്ടി, നെയ്യ്, ഈത്തപ്പഴം ഇതെല്ലാം കൂടെ ഉമ്മ എടുത്ത്. ഫത്തഖദത് ഹൈസത്തൻ, അതൊരു ഹൈസിയാക്കി, നമ്മൾ ഇന്ന് അൽസാന്ന് പറയും പോലെ. ഫീ ബുറുമത്തിൻ, ഒരു പാത്രത്തിൽ. ഫഅർസലത് ബിഹാ മഈ, എൻ്റെ കയ്യിൽ എന്താക്കി കൊടുത്തയച്ചു. ഫന്തലഖതു ബിഹാ ഇലൈഹി, അതുമായിട്ട് ഞാൻ തങ്ങളിലേക്ക് പോയി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതവിടെ വെക്ക്. സുമ്മ അമറനി, പിന്നെ എന്നോട് കൽപ്പിച്ച് ഫഖാല ലി ഉദ്ഉ റിജാലൻ, കുറേ ആളുകളെ വിളിക്കുന്നു. ആളെല്ലാം സമ്മാഹും, അവരുടെ പേരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന ആളെ വിളിക്കുന്നു സ്പെഷ്യലി. വദ്ഉ ലി മൻ ലഖീത, അതുപോലെ കണ്ടുമുട്ടിയാളെയും വിളിച്ചോന്നു. അപ്പം എന്തായി, ആദ്യം ഖാസ് പറഞ്ഞു, പിന്നീട് ആമ്മ പറഞ്ഞു. ഫഫഅൽതു അല്ലദീ അമറനി, എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ ചെയ്തു. ഫറജഅതു, അപ്പോൾ ഞാൻ മടങ്ങി വന്ന് നോക്കുമ്പോൾ ഫൈദൽ ബൈതു ഖാസും ബിഅഹ്ലിഹി, പരന്താക്കി തെങ്ങി നിറഞ്ഞിട്ടുണ്ട്. കുറേ ആൾ വന്ന്. വറഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഞാൻ കാണുന്നു. വളഅ യദഹു ഫീ തിൽകൽ ഹൈസതി, അപ്പം ഇത് കുറച്ചേ ഉള്ളൂ, ഒരാൾക്ക് ഇത്രയും ആൾ വന്നില്ലേ, ഇത് ഞാൻ മറ്റൊരു കണ്ടതല്ലേ. വതകല്ലമ ബിമാ ശാ, തങ്ങളെന്തോ മാഷാ അല്ലാഹ് എന്തോ ഒരു കലാം ഉച്ചരിച്ചിട്ടുണ്ട്, അത് വ്യക്തമായിട്ടില്ല. സുമ്മ ജഅല യദു അശറതൻ യഅകുലൂന മിൻ, 10 ആളെ വിളിച്ചിട്ട് അതിൽ നിന്ന് ഭക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞു. വയഖൂലു ലഹും, അവരോട് പറഞ്ഞു ഉദ്കുറു ഇസ്മല്ലാഹ്, ഒന്ന്, വൽ യഅകുൽ കുല്ലു റജുലിൻ മിമ്മാ യലീഹി, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ബിസ്മി ചെല്ലണം എന്നും, അതുപോലെ ഓരോരുത്തരും അവരവരുടെ മുമ്പിൽ നിന്ന് ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. ആ ഭക്ഷണത്തിൻ്റെ ആദാബ് പറഞ്ഞു കൊടുത്തു. ഹത്താ തസദ്ദഉ കുല്ലുഹും, എല്ലാവരും നല്ലോണം ആവശ്യം പോലെ ഭക്ഷിച്ച്. വഫീ റിവായത്ത് മുസ്ലിമിൻ ഖീല ലി അനസിൻ, അനസ് തങ്ങളോട് ചോദിച്ച് കം അദദകം കാനു, എത്ര ആളുണ്ടായിരുന്നു? 10 എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ.
കാല അനസരങ്ങൾ പറഞ്ഞ് സുഹ സലാസമിയ 300 ആളുണ്ട്. അപ്പോൾ വെപ്പത്തായത്രയും 30 ട്രിപ്പായി. അപ്പോൾ ഖറജ മൻ ഖറജ, അപ്പോൾ പോകുന്ന ആൾ പോയി. വാ ബഖിയ നഫൻ യതഹദ്ദസുന, കുറച്ചാളാണ് സംസാരിക്കാനില്ല, പോകുന്നില്ല. വഫീ റിവായത്ത് മുസ്ലിമി മകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദൽ ഹയാ ഇസ്തഹിയ അൻ യഖൂല ലഹും ഇൻസരിഫൂ, നിങ്ങൾ പോയിക്കോളീ എന്ന് പറയൂല, അതിന് ലജ്ജയാണ്. സുമ്മ ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുറപ്പെട്ട് നഹബൽ ഹുജറാത്ത്, റൂമിൻ്റെ ഭാഗത്തേക്ക്. വഖറജത്തു അസറഹു, ഞാനും തങ്ങളുടെ ഭാഗത്ത് പോയി. ഫഖുൽതു, ഞാൻ പറഞ്ഞു ഇന്നഹും ഖദ് ദഹബൂ, അവരൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫറജഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മടങ്ങിയിട്ട് ഫദഖലൽ ബൈത്ത, ബൈത്തിലേക്ക് കയറി. വാർഹസിത്ര, ആ ബിരിയാണി തൂക്കിയിട്ട്. വഇന്നി ലഫിൽ ഹുജറ, ഞാൻ ഹുജറയിലുണ്ട്. വഹുവ യഖൂലു, അപ്പോൾ തങ്ങളുടെ ആയത്തിറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാദിരീന ഇനാഹ്. അപ്പോൾ താമിലേക്ക് ക്ഷണിച്ചാൽ പോയിക്കോന്ന് പറഞ്ഞു. അത് ആകെ ഇപ്പം വളമ്പോന്ന് കാണുമ്പോൾ കയറി പറ്റും. നമ്മുടെ ക്ലാസ്സിലേക്കുണ്ട് അവസാന വേദിയിലാന്ന് ആൾ പൂർണ്ണതയായിട്ട്. അന്നേരം കുറച്ചൊക്കെ മുദ്രിക്കാൻ വേണ്ടി ബജാറിൽ നിന്ന് അറിയാം, പള്ളിയിൽ നിന്ന് അടിച്ചിടാപ്പെടുന്നുണ്ട്. 100 റുപ്യ ഹോട്ടലിൽ കൊടുക്കുന്ന സ്ഥാനത്ത് ഇടന്നാക്കുക ഫ്രീ. അന്ന് ഞാൻ പറഞ്ഞ തൊന്നിട്ടിരുന്നാൽ മതിയായിരുന്നു. അന്നേരം ആളാദ്യം വരും, അന്നേരം പിന്നെ തൂറാൻ മുട്ടനാണ് പൊയ്ക്കളിയും കിട്ടേണ്ട കിട്ടിയത്. അപ്പോൾ അത് തക്കം നോക്കിയിട്ട് വരാൻ പാടില്ലെന്നാ പറഞ്ഞത്. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ, കണ്ടാ, ക്ഷണിച്ചാൽ മാത്രം വരിക. ഫഇദാ തഅംതും ഫന്തശിറൂ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താക്കണം, പോകണം. വലാ മുസ്തഅ്നിസീന ലിഹദീസ്, ആടെ സംസാരിച്ചിരിക്കാൻ വേണ്ടി തങ്ങളെ രൂപിച്ചില്ല എന്നാണ്. ഇന്ന ദാലികും കാന യുഅ്ദിൻ നബിയ്യ ഫയസ്തഹ്യീ മിൻകും, ആ പ്രവർത്തനങ്ങളൊക്കെ തങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണ്, തങ്ങളൊന്നും പറയൂല, അതാത് മടിച്ചു നിൽക്കും. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, അല്ലാഹു തആലാക്ക് ഒരു മടിയില്ല, നിങ്ങൾ പോയിക്കൊന്ന് ഞാൻ പറയുമെന്നാണ് പറഞ്ഞു അല്ലാഹു ഏറ്റെടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ തങ്ങളുടെ ഹയാഗ് എന്താണെന്ന്, ഹയാഗ് പല ഇനോടെന്നാണ്. അതാ വൽ മുറാദു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹി ഹയാഅ കറമിൻ, കറമ്പ് കൊണ്ടുണ്ടാകുന്ന ഹയാഗുണ്ട്. അതെ, അയ്യഖൂല ലഹും ഇൻസരിഫൂ, പോയിക്കോന്ന് പറയാൻ. വഹും ജുലൂസുൻ ഇൻദഹു, അവരാണെങ്കിൽ തങ്ങളെ എഴുതിയിരിക്കുന്നുണ്ട്. വല്ലാഹു ലാ യസ്തഹ്യീ മിൻ ബയാനിൽ ഹഖിൽ വാജിബ് ഇത്തിബാഉഹു, പിൻപറ്റൽ ഈ വാജിബായ ഹക്കെന്താണോ അത് തുറന്നു പറയാൻ അല്ലാഹു തആലാക്ക് ഒരു മടിയില്ല എന്ന് പറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ വഹാദാ ലാ യുനാഫി അന്നഹു സുബ്ഹാനഹു വതആല മുത്തസിഫുൻ ബിഹയാഇൽ കറമിൽ ലായിഖ് ബിമഖാമി റുബൂബിയ്യതിഹി തആല, അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്തിൻ്റെ മഖാമിനോട് അനുയോജ്യമായ കറമിൻ്റെ ഹയാഗാണ് തങ്ങൾക്കുള്ളത്. അതായത് ഓരോ ഇനങ്ങൾ പറയുന്നുണ്ട്. കമാ ഖാല അല്ലാഹു തആല ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീമുൻ, അല്ലാഹുവിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ റബ്ബ് ഹയ്യുൻ എന്നല്ലേ, ജീവിച്ചിരിക്കുന്നല്ല, ഹയ്യുൻ, ഹയാഉള്ളവനാണ്, കരീമുമാണ്. യസ്തഹ്യീ മിൻ അബ്ദിഹി, അബ്ദിനെ തൊട്ട് അല്ലാഹു തആലാക്ക് ഹയാ ഉണ്ട്. അതൊക്കെ ഒരു മജാസിയായ വാക്കാണ്. ഇദാ റഫഅ യദൈഹി ഇലൈഹി, ആ അബ്ദ് എന്താക്കി, അവൻ്റെ 2 കൈയും ഉയർത്തിയിട്ട് ചോദിച്ചാൽ അയ്യറുദ്ദഹുമാ സൂഫ്റൻ, അത് പൂജ്യമാക്കി മടക്കലിനെ തൊട്ട് അല്ലാഹു തആല ലജ്ജിക്കുന്നു. ഇതാണ് ഏത്, റുബൂബിയ്യത്തിൻ്റെ മഖാമിലുള്ള കറമിൻ്റെ ഹയാഗ്. എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ എങ്ങനെ മടക്കുക, അത് അക്കാര്യം. അതാണ് ഖായിലിയത്തൈനി, സുഫ്രൻ എന്ന് പറഞ്ഞാൽ പൂജ്യം എന്ന് പറഞ്ഞാൽ ഖാലിയായിട്ട് മടക്കൽ. അപ്പോൾ ഫബിഇഅ്തിബാരി അന്ന ഇതാലത്തുൽ ജുലൂസി, തങ്ങളടുക്കൽ ജുലൂസ് കുറേ നീട്ടൽ, കാനത്ത് ഇൻദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി, കണ്ടാ, അത് തങ്ങളുടെ വീട്ടിലുണ്ടായില്ലേ. ഇസ്തഹ്യാ മിൻഹും അൻ യുസാരിഹും ഫിൽ അംരി, പോയിക്കോ എന്നുള്ള അമ്രുണ്ടല്ലോ, ആ അമ്ര തുറന്ന് പറയാൻ തങ്ങൾക്ക് ലജ്ജയായി. എന്താ, കറമം മിന്നു, തങ്ങളെ കറമാണ് ഇരിക്കുന്ന ആളോട് അങ്ങനെ അപ്പോൾ പൊയ്ക്കോന്ന് പറയല്.
വലാകിനിൽ മൗഖിഫു, പക്ഷെ മൗഖിഫ് എന്താണ്, സാഹചര്യം, യതതല്ലബു ബയാനൽ ഹഖ് ഫീ ദാലിക, അവിടെ പാലിക്കേണ്ടുന്ന ഹക്ക് പറയലാണ്. അത് പറയാൻ വേണ്ടി എന്താക്കി അല്ലാഹു തആല തന്നെ ആയത്തിറക്കി. ഫജാഅൽ ഖുർആനു ബിൽ ബയാൻ, ആ ബയാനുമായി ഖുർആൻ ഇറങ്ങി. മിനൽ മലിക്കിദ് ദയ്യാൻ ജല്ല വഅലാ. ഖദ് ദക്കറൽ ഉലമാഉ ലിൽ ഹയാഇ അൻവാഅൻ, കണ്ടാ, ഹയാഇന് അതുണ്ടായ കാരണത്തിനെ തുടർന്ന് എന്താക്കും, കുറേ ഹയാഇന് പല ഇനങ്ങളുണ്ട്. അൻവാഅൻ ലിതനബ്ബുഇ അസ്ബാബിഹി, ഹയാഇൻ്റെ സബബ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച്. ഫമിൻ ദാലിക ഹയാഉൽ കറമി, അതാണ് കറമിൻ്റെ ഹയാ. അതെന്താ, വസബബുഹു കറമുൻ നഫ്സ്, നഫ്സിലുള്ള ഒരു കറമാണ് ആ ഹയാനുണ്ടാക്കിയത്. അപ്പം എന്താ, സബബിലേക്ക് ലാഭത്താക്കി. ഹയാഉൽ കറമി, കറമ് കാരണത്താൽ ഉണ്ടായ ഹയാ, അതാണ് ഇവിടെ കണ്ടത്. കസ്തിഹിജാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖൗമി ലമ്മാ അതാലുൽ ജുലൂസ ഇൻദഹു, തങ്ങളെടുക്കൽ ദീർഘസമയം ഇരുന്നപ്പോൾ എല്ലാവരും എന്താ പോകാത്ത, ഒന്നും പറഞ്ഞില്ല. കമാ തഖദ്ദമ. വമിൻ ദാലിക ഹയാഉൽ ഇജ്ലാൽ, ബഹുമാനം കാരണത്താൽ ഉണ്ടാകുന്ന ഹയാ ഉണ്ട്. അതേതാ, വഹുവ ഹയാഉൻ സബബുൽ മഅരിഫതു ബിഅളമത്തിൽ മുസ്തഹ്യാ മിൻഹു, ആരെ തൊട്ടാണോ ലജ്ജിക്കുന്നത് അവരുടെ അളമത്തിൻ്റെ മഅരിഫത്ത് കൂടുന്തോറും നമുക്ക് ഇജ്ലാലിൻ്റെ ഹയാ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെ മുമ്പിൽ വഅലാ ഖദ്രിൽ മഅരിഫത്തിൽ അബ്ദി ബി റബ്ബിഹി, റബ്ബിനെ കൊണ്ടുള്ള മഅരിഫത്തിൻ്റെ കണക്കനുസരിച്ച് യകൂനു ഹയാഉഹു മിൻഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ പറ്റിയുള്ള ഹയാ ഉണ്ടാകും. വലാ റൈബ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമു ഖൽഖില്ലാഹി തആല, അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ ഏറ്റവും ഇൽമുള്ളവരാണ് ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട്. അതുപോലെ വബി അലമത്തി റുബൂബിയ്യത്തിഹി, അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്തിൻ്റെ അലമത്ത് കൊണ്ടും അല്ലാഹുവിൻ്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ളവരാണ്. കമാ തഖദ്ദമ ഫി ഹദീസ് സഹീഹൈൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അമാ വല്ലാഹി ഇന്നി ലഅഅലമുകും ബില്ലാഹി വഅതഖാകും ലഹു എന്ന ഹദീസ് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയണം, അല്ലാഹുവിനെ കൊണ്ട് ഏറ്റവും അറിവുള്ളവനാണ് ഞാൻ, ഏറ്റവും തഖ്വയുമുള്ളവനാണ് ഞാൻ. അപ്പോൾ അതും ഹയാഉൽ ഇജ്ലാൽ, ചുരുക്കത്തിൽ കാരണം നോക്കിയിട്ടാ പേര്. വമിൻ ദാലിക ഹയാഉൽ മഹബ്ബത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഹയാ ഉണ്ട്. അതേതാ, വഹുവ ഹയാഉൽ മുഹിബ്ബി മിൻ മഹബൂബിഹി, ഈ മുഹിബിൻ്റെ ഒരു ഹയാ ഉണ്ടാകും ആരെപ്പറ്റി, മഹബൂബിനെ പറ്റി. ഹത്താ ഇന്നഹു ലതമുറു അലാ ഖൽബിൽ മുഹിബ്ബി ദിക്രിയാത്തുൽ മഹബൂബ്, അപ്പം മഹബൂബിൻ്റെ സ്മരണകൾ എന്താക്കും മുഹിബിൻ്റെ കൽബിൽ ഇങ്ങനെ ഓടിയെത്തും. അന്നേരം ഫതസീദുഹു ഹയാഅൻ വവജലൻ മിൻ മഹബൂബിഹി, അപ്പം മഹബൂബിനെ പറ്റി വല്ലാത്തൊരു പേടിയും ഒരു ഹയാവും വർദ്ധിക്കും. അതിന് പേരെ ഹയാഉൽ മഹബ്ബത്ത് എന്ന് പേര്. വമിൻ ദാലിക ഹയാഉൽ ഉബൂദിയ്യത്തിൻ്റെ ഹയാ ഉണ്ട്. അതെങ്ങനെയാ, വഹുവ ഹയാഉൻ യംതസിജു ബൈന മഹബ്ബത്തിൻ വ ഖൗഫിൻ, മഹബ്ബത്തും ഖൗഫും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു മിക്സാണ്. എന്താണ്, വ മുശാഹദത്തി അന്ന ഖദ്റ മഹബൂദിഹി സുബ്ഹാനഹു വ തആല ഹുവ അജല്ലു വ അഅലാ മിനൽ ഇബാദത്തി വൽ ഉബൂദിയ്യത്തി അല്ലതി തഖറബ ബിഹാ ഇലൈഹി, ഈ മഹബൂദായ അല്ലാഹുവിൻ്റെ ഖദ്ർ എന്നേക്കാളും എൻ്റെ ഇബാദത്തിനേക്കാളും എൻ്റെ ഉബൂദിയത്തിനേക്കാളും ഏറ്റവും കവിഞ്ഞതാണ്. അവൻ്റെ മുമ്പിലേക്കെത്താൻ ഇതൊന്നും മതിയായിട്ടില്ല. മനസ്സിലായിട്ടില്ല? ഹുവ അജല്ലു, ആരെ, മഹബൂദിൻ്റെ ഖദ്ർ അജല്ലാണ്, അയലയാണ്, ഇതിനേക്കാണ് മിനൽ ഇബാദ, എന്നെക്കൊള്ള ചെറുക്കപ്പെട്ട ഇബാദത്തിനേക്കാണ്. അത് നമ്മുടെ ഫീലല്ലത്, ഒരു ഹാലാണ് ഉബൂദിയത്തും, അതിനേക്കാണ് ഏറ്റവും വലുതാന്ന്. എങ്ങനത്തെ ഇബാദത്തും ഉബൂദിയത്തുമാണ് അല്ലത്തി തഖറബു ബിഹാ ഇലൈഹി, ആ മഅബൂദായ അള്ളാഹുവിലേക്ക് തഖറബാവേണ്ടത് ഇതുകൊണ്ടാണ്. അപ്പം അള്ളാഹിനെ കൊള്ള തഖറബാവാൻ ഇതൊന്നും കൊള്ളുന്ന സാധനമല്ല എന്നായി. എന്നാലും കൈമല ചെയ്യല്. വമിൻ ദാലിക ഹയാഉൽ മർഇ മിൻ നഫ്സിഹി, നഫ്സിൽ നിന്നുണ്ടാകുന്നൊരു ഹയാ ഉണ്ട്. അതേതാ, വഹുവ ഹയാഉ സാഹിബിൻ നഫ്സി ശരീഫത്തിൽ കരീമ, മഹത്തായ ഷറഫുடைய നഫ്സുണ്ടല്ലോ, ആ സാഹിബിന് എന്തുണ്ടാകും, മിനൻ നഖസി വ ഫിഇൽ ഖബീഹി, മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കലിനെ തൊട്ട്, അതുപോലെ പോരായ്മകളെ തൊട്ട്, വൽ കനാത്തി ബിദ്ദൂ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ബന്ധപ്പെടുന്നത് വെച്ചാലോ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല,
നിനക്ക് ഇങ്ങനെയൊക്കെ മതി. അങ്ങനെ ഉള്ളതുകൊണ്ട് എന്താക്കൂല അവർ ഹയാ ഒന്നും പണ്ട പോലെ ആയിട്ടില്ല. അപ്പൊ നഫ്സിന്റെ ഉള്ളിൽ നിന്നൊരു ഹയാ ഇങ്ങനെ പുറപ്പെടുന്നുണ്ടാവും. ഇതെങ്ങനെ അപ്പൊ കടിയില്ലാത്ത ചായ എങ്ങനെ അപ്പൊ ഓറ വന്നാൽ കൊടുക്കില്ല, ഒന്നും കടിക്കാനില്ലാണ്, വെറും കാലിൽ ചായ കൊടുക്കാനാണ്. അത് ഒരു പെണ്ണുങ്ങന്മാർക്കെല്ലാം പൊതുവേ ഉണ്ടാകുന്നതാണ്. അതെല്ലാം ചെയ്താലും ഇതൊന്നും ഉണ്ടോലായിട്ടില്ല എന്നൊരു തോന്നില്ലേ. ഹത്താ കാന്നലഹു നഫ്സൈനി, അപ്പൊ അയാൾക്ക് രണ്ട് നഫ്സുള്ള മാതിരിയുണ്ട്. യസ്തഹ്ജി ബിഹിദാഹുമാ, ഒന്നിനെ കൊണ്ട് ലജ്ജിക്കുന്നുണ്ട്, മിനൽ ഉഖ്റ. അപ്പൊ ഈ ചായ കൊടുക്കാം, ഇങ്ങനെ അപ്പൊ കൊടുക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്നു. വമിൻ ദാലിക ഹയാഉൽ ഹശമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാ? വഹുവ ഹയാഉൻ സബബുൽ ഇഹ്തിശാം. എന്നിട്ടോ വതബക്കി ഇബ്ദാഉ മാ യുത്ലബു ബിഹിൽ ഇഖ്ഫാ, മറച്ചു വെക്കേണ്ട കാര്യം എന്താക്കും, വെളിപ്പെടുത്തലിനെ തൊട്ട് അത് ഇങ്ങനെ കാക്കുന്നുണ്ടാവും. ഇതെങ്ങനെ പബ്ലിക്കായിട്ട് പറയുക? അതായത് ശങ്ക, ഇഹ്തിശാം എന്ന് പറഞ്ഞാൽ ഒരു ശങ്ക എന്ന് പറയില്ലേ, ഒരു സങ്കോചം എന്ന് പറയാം. അതെങ്ങനെ അത്ര വ്യക്തമായിട്ട് പറയല്ലേ? ഇഖ്ഫാണ് അവിടെ വേണ്ടത്. അപ്പൊ ഇബ്ദാ വെളിപ്പെടുത്തൽ എങ്ങനെ? റവാ ഇബ്നു മാജ അൻ ബിലാൽ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ബിവത്തനയനി ഹയാഉൽ കറം, ഹയാഉൽ ഇജ്ലാൽ, ഹയാഉൽ മുഹബ്ബത്ത്, ഹയാഉൽ ഉബൂദിയ്യത്ത്, ഹയാഉൽ മർഇ മിൻ നഫ്സിഹി, ഹയാഉൽ ഹശമത്ത്. ആറെണ്ണം അല്ലേ? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദൽ ഹാജത അബ്ഹദ, ഹാജത്ത് ഉദ്ദേശിച്ചാൽ അപ്പോൾ എന്താക്കൂല, ഞാൻ തൂറാൻ പോകുന്നത് വീത്താൻ പോകുന്നത് പറയൂല. അല്ലെങ്കിൽ ബെൽറ്റ് പറയുമ്പോൾ അങ്ങ് ചെറുതുകൊണ്ട് ഒന്നിക്കും, എനിക്ക് മൂത്തരിക്കണില്ല. അതുകൊണ്ടാണ് എന്താക്കുക പണ്ടത്തെ പുറമേക്ക് പോക്ക് എന്ന് പറഞ്ഞില്ലേ, മറക്കിരിക്കുന്ന പഴയ കാലത്ത് പറയുന്നത്. കാസദ മക്കാന ബഈദ മുൻഹസിലൻ, ജനങ്ങളുമായി അകന്ന ദൂരമുള്ള സ്ഥലത്താ തങ്ങൾ പോകുക. വറബ തിർമിദി അബൂ ദാവൂദ് അൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദൽ ഹാജത, ഹാജത്ത് ഉദ്ദേശിച്ചാൽ ഏത് ഹാജത്ത്? ഹാജത്ത് ഇന്ന് ഒഴിവാക്കിയില്ല. ലം യർഫഅ സൗബഹു, വസ്ത്രം ഉയർത്തൂല ഹത്താ യദ്ലുബ മിനൽ അർദ്, ഭൂമിയോട് അടുക്കുന്നത് വരെ അതിൽ തന്നെ പൊന്തിച്ചിട്ട് പോയാലല്ല. വറവ ഇബ്നു സഅദ് അൻ സഅദ് ഇബ്നു സാലിഹ് മുർസലൻ, മുർസൽ അറിയാല, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ദഖലൽ മിർഫഖ ലബിസ ഹിദാഅഹു വഗത്താ റഅസഹു. മിർഫഖ് എന്ന് പറഞ്ഞാൽ എന്താ? ബികസ്രിൽ മീമി, മീൻ വായിക്കണം. വഫത്ഹിൽ ഫാഇ, ഫാക്ക് ഫത്ഹും, കനീഫ് എന്ന തണ്ടസ്, ബാത്റൂം എന്നും പറയാം. അതിലേക്ക് കയറുന്ന അവസരത്തിൽ എന്താക്കും? ചെരിപ്പ് ധരിക്കും, അതുപോലെ തലയും മറക്കും. അത് പണ്ടേ അറിയപ്പെടുന്നില്ല. വറബൽ ഇമാമു തിർമിദി ഫി الشمائل عن عائشة رضي الله عنها أنها قالت ما نظرت إلى فرج رسول الله صلى الله عليه وسلم, ഞാൻ നോക്കിയിട്ടില്ല. ഔ കാലത്ത് മാ റഅയ്തു ഫർജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, അവിടെ എന്തായിരുന്നു? ഇലാന്നില്ല. وذلك لشدة حيائه وكمال وقاره صلى الله عليه وسلم وتستره كل التستر, നല്ലപോലെ മറക്കും. അതുപോലെ തങ്ങൾക്ക് മക്കാറിൻ്റെ കമാല് കൊണ്ടും ഹയാ കൊണ്ടാണ് ആയിഷ ബീബിനും കണ്ടില്ല എന്ന് പറഞ്ഞു. വഫീ ശറഹി ശമാഇൽ ലിശൈഖി അൽ ഖാരി അലകരമുൽ അൽ ഖരി പറഞ്ഞില്ല അക്രബുൽ വസായിലി വശൈഖ് മുഹമ്മദ് ബിൻ ഖാസിം അൽ ജസൂസ് ഓർക്കൊണ്ട് ശറഹ്. റവ അബൂ സാലിഹിൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ മാ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ നിസാഇഹി ലാ മുകന്നഅൻ, മുഖം മറച്ചിട്ടല്ലാതെ കണ്ടു പോകാറില്ല. എന്താ? യുർഖി സൗബല റഅസിഹി, ആ മറക്കലെങ്ങനെയാണ്? തലയിലേക്ക് വസ്ത്രം തൂക്കിയിടും. വമാ റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ വക്കന്ന് കണ്ടിട്ടില്ല. വലാ റഅ മിന്നി, എൻ്റെ വക്കന്ന് തങ്ങളും കണ്ടിട്ടില്ല. അതെന്തെങ്കിലും ചോദിക്കണ്ടെന്നാണ് പറയുന്നത്. أورده ابن الجوزي في كتاب الوفاء نقلا عن الخطيب. وأخرج البزار عن ابن عباس رضي الله عنهما قال
كان رسول الله صلى الله عليه وسلم يغتسل من وراء الحجرات. മറകളുടെ പിന്നിൽ നിന്നെന്താക്കൽ തങ്ങൾ കുളിക്കുന്നു, പബ്ലിക്കായിട്ട് കുളിക്കൂല. വമാ റഅ അഹദുൻ ഔറതഹു ഖത്തു, തങ്ങൾ ഔറത്ത് കണ്ടാളാരുമില്ല. وبهذا الذي ذكرناه فيما تقدم يعلم العاقل. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് കൊണ്ടൊന്ന് മനസ്സിലാക്കുക, കായിൽ അറിയണം യഖീനൻ അന്ന സയ്യിദന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് നാല അക്മല മറാത്തിബിൽ ഹയായി. ഹയായിൻ്റെ മറാത്തിബ് ഇപ്പം കുറേ എണ്ണിയിട്ടുണ്ട്. അതിൻ്റെ അക്മലായ രൂപം തങ്ങൾ ഉൾക്കൊണ്ടിട്ട് വായലാഹാറ്റ ഉന്നതമായതും ഉൾക്കൊണ്ടവരാണ്. ഇപ്പം 6 മർത്തബിൽ പെണ്ണിയത്. ഇനി 10 മിനിറ്റ് വിട്ടാൽ എടുത്തു. മഹാബത്തുൽ അലീമത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമത്തുൽ കരീം. എന്താ പറയുന്നത്? തങ്ങളെ ദൂരത്ത് കാണുമ്പോൾ എന്താക്കുമ്പോൾ ആർക്കും ഞെട്ടിപ്പോകും. ബുദൈലില്ലേ കഅന്നഹു വഹുവ ഫർദും മിൻ ജലാലതിഹി في عسكر حين تلقاه وفي حشمي. ജലാലത്തിൻ്റെ കാരണത്താൽ വലിയൊരു സമൂഹത്തിലാണോ അല്ല വലിയ ഇതിനെക്കൊണ്ട് അകമ്പടിയാടൊന്നും ഒറ്റ കാണാൻ ഒരു പേടി തോന്നും. അടുത്തറിയുമ്പോൾ അതിങ്ങനെ പേടിക്കേണ്ടിയില്ലാന്ന് തോന്നില്ലേ? ദൂരത്തും കാണുമ്പോൾ ഒരു പേടിയാണ്. സല്ലല്ലാഹു അതാ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി അലീമൽ മഹാബ. മഹാബത്ത് അലീമാണ്. ഖദ് തവ്വജഹുല്ലാഹു തആല താജൽ ഇസ്സത്തി വൽ കറാമ. ഇസ്സത്തിൻ്റെയും കറാമത്തിൻ്റെയും കിരീടം അല്ലാഹു തആല അണിയിച്ചതിൻ്റെ കാരണം വകസാഹു ഇല്ലത്തൽ ഫഖാമ. ഒരു ആദരവിൻ്റെ വസ്ത്രം അല്ലാഹു അണിയിച്ചതാണ്. ഇത് നോക്കി കാണുന്ന വസ്ത്രമല്ലത്. റവ തിർമിദി വഗൈറുഹു മിൻ ഹദീസ് ഹിന്ദ് ബിൻ അബീ ഹല. അവർ അറിയാല ഫാത്തിമ ബീവി പറഞ്ഞില്ലേ? അതായത് അബൂഹാല കെട്ടിയിട്ടുണ്ട് ആര്? ഖദീജ ബീവിന് ആദ്യം. അതിനുണ്ടായ മോനാനാരി ഹിന്ദ്. അപ്പൊ ഫാത്തിമ ബീബിക്കാരായി ഉമ്മ. അത് മുമ്പ് ഓരോ ഹദീസ് ഇങ്ങനെ മുറിച്ച് നോക്കുമല്ലോ. ഇനി പൂർണ്ണമായിട്ട് ലാസ്റ്റ് കണ്ടു പോയി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖ്മൻ മുഫഖമൻ. പൊതുവേ തന്നെ ആദരിക്കപ്പെടുന്ന ആളാണ്. ആര് കണ്ടാൽ എന്താക്കും? ആദരിക്കപ്പെടുകയും ചെയ്യും. അപ്പം ചിലർ ഇല്ലായ്മ വഹമ കൊണ്ട് ആദരിക്കലുണ്ടാവും. അതല്ല, വഹമെന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടേണ്ടതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ മുഫഖമാണ്. യതലഅലഉ വജ്ഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മുഖം ഇങ്ങനെ തിളങ്ങും. തലഅലു അൽ ഖമരി ലൈലത്തുൽ ബദർ. 14 രാവിലെ ചന്ദ്രനെ പോലെ എന്താക്കും? മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ടാവും. وقال سيدنا علي رضي الله عنه في وصفه للنبي صلى الله عليه وسلم. തങ്ങളെ വസ്ഫ് പറഞ്ഞില്ലേ? മർ റആഹു ബദീഹതൻ ഹാബഹു. പെട്ടെന്ന് പരിചയമില്ലാത്ത ആൾ കണ്ടാൽ ഒന്ന് പേടിച്ചു പോകും. വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു. പരിചയത്തിനാൽ എന്താക്കി? നല്ലോണം അടങ്ങിച്ചേർന്നാൽ വല്ലാത്ത മഹബത്ത്. ആ പേടി അങ്ങ് നീങ്ങി. وقد كان الصحابة رضي الله عنهم لا يستطيعون إمعان النظر فيه. തങ്ങളിൽ കണ്ണ് തറപ്പിച്ച് നോക്കാൻ അവർക്ക് സാധിക്കൂല. എന്തായാലും ഖുവ്വത്തി മഹാബത്തിഹി വ മസീദി വഖാരിഹി. തങ്ങളാ ഗാംഭീര്യത്തിൻ്റെ ശക്തി കൊണ്ടാണത്. വമിൻ സമ്മ. ഇതുകൊണ്ടാണ് ലം യസിഫുഹു. തങ്ങളെ വസ്ഫ് പറഞ്ഞിട്ടില്ല ഇല്ല സിഗാറുഹും. ചെറിയ അസ്ഹാബി, ചെറുതെന്ന് വെച്ചാൽ പ്രായം കുറഞ്ഞ സഹാബികളല്ലാതെ. ഔ മൻ കാന ഫീ തർബിയത്തിഹി ഖബല നുബുവ്വത്തി. നുബുവ്വത്തിൻ്റെ മുമ്പ് തർബിയത്തിൽ, തങ്ങളെ തർബിയത്തിൽ കഴിഞ്ഞാൽ അലിയാർ തങ്ങളെ പോലെ ഓർക്കേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെ, ഇത്രയും ലക്ഷക്കണക്കിന് സഹാബികളുണ്ടായിട്ട് ആകെ ഷമായിൽ പറഞ്ഞാൽ 5 വാറോ മജൂരിലൂതിയില്ലേ? 5 വാറോ ഇത്രയും പറയാം. ഓർക്ക് തറപ്പിച്ച് നോക്കാൻ കഴിയില്ല, ബിയോനിക്കാൻ കഴിയൂല. അതെ, അതാ ഹിന്ദ് ബിൻ അബീ ഹാല. അത് ഒന്നിൻ്റെ ഉദാഹരണം. ഹിന്ദ് തങ്ങളെ പോറ്റുമോന റബീബല്ലേ.
അതുപോലെ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു മുമ്പേ തങ്ങൾ അബൂ താലിബിന്റെ പക്കം നേരിട്ടിട്ട് പോറ്റിക്കൊള്ളാന്ന് കൊണ്ട് ഏറ്റല്ലേ. ويدلك على ذلك ما رواه مسلم عن عبد الله بن عمرو رضي الله عنه قال صحبت رسول الله صلى الله عليه وسلم صحبة طويلة. ദീർഘകാലം ഞാൻ തങ്ങളുമായി സുഹബത്ത് കിട്ടിയിട്ടുണ്ട്. അതാ പറയുന്നത് അബ്ദുല്ലാഹി ബിൻ അംർ. വസമിഅതു മിൻഹു ഹദീസ കസീറ, ധാരാളം ഹദീസുകൾ കേട്ടിട്ടുമുണ്ട്. വഹഫിൽതു അൻഹു അൽഫുൻ മസലിൻ, 1000 ഉദാഹരണങ്ങൾ ഉപമ പറഞ്ഞത് ഞാൻ കാണാപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ വമാഅ ദാലിക മാ മലഅതു ഐനയ്യ മിൻഹു ഖത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് തുറന്നു നോക്കിയിട്ടില്ല, പേടിച്ചിട്ട്. എന്താ? ഹയാഅൻ മിൻഹു വതഅലീമൻ ലഹു, തങ്ങൾ ആദരിച്ചുകൊണ്ടും ഹയാ കൊണ്ടും. വലൗ ഖീല ലി, എന്നോട് പറഞ്ഞ സിഫ ഒന്ന് വർണ്ണിച്ചു എന്ന് പറഞ്ഞാൽ ലമാ ഖദർതു, എനിക്ക് വർണ്ണിക്കാൻ കഴിയൂല. എന്താ? ഞാൻ കണ്ണു തുറച്ചു നോക്കിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു. വമിൻ അദീമി മഹാബത്തിഹി വകമാലി വഖാലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന മൻ ജലസ ഇലൈഹി ഹാബഹു, തങ്ങൾക്കിലേക്ക് പോയി ഇരുന്നാലും പേടിയാവും. ഒറുബമ അഖദത്തുഹു റിഹദത്തുൻ ശദീദ, കഠിനമായ ബറയുണ്ടാകും. ബർക്കലെ മിൻ ഖുവ്വത്തിൽ ഹൈബത്തിൽ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിദാലിക, അപ്പം എന്താകുന്നത്? തങ്ങൾ അവർ സമാധാനിപ്പിക്കും, ഇത്രയൊന്നും പേടിക്കേണ്ട മോനേന്ന് പറഞ്ഞു. യുൽബാസിതുഹും വയുലാത്തിഫുഹും ലിയസ്കുന റൗഅഹും, അവരെ പേടിയൊന്ന് മാറിക്കിട്ടാൻ. റവബിന് മാജ വൽ ഹാക്കിമു അൻ ഇബ്നു മസ്ഊദ് അൻ അബീ മസ്ഊദിൽ ബദരി റളിയല്ലാഹു അൻഹു പറയുന്ന കാല ജാഅ റജുലുൻ, ഒരാൾ വന്ന് ഫഖാമ ബൈന യദൈ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മുമ്പിലങ്ങ് നിന്നപ്പോൾ ഫഅഖദതുഹു റിഹദത്തുൻ ശദീദത്തുൻ വമഹാബത്തുൻ, എന്തെന്നില്ലാത്ത പേടിയുണ്ട്, ബറക്കാൻ തുടങ്ങി. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹബിൻ അലൈക, നീ സമാധാനിക്കുമോനെ, ഞാൻ നിന്നെന്താ കൊല്ലുവോ അടിക്കുവോ ഒന്നും ചെയ്യൂലല്ലോ, നീ എന്തിനിങ്ങനെ പേടിക്കുന്നത്? ഫാനലസ്തുബി മാലിക് മലിക്കിൻ വല ജബ്ബാർ, ഞാനൊരു രാജാവോ ജബ്ബാറോ ആയ ആളൊന്നും അല്ല ഞാൻ. വഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഒരു പെണ്ണിൻ്റെ മോനും ഷാബിന ബീവിൻ്റെ മോനാണ് ഞാൻ, അല്ലേ? ഇതെങ്ങാനും ഒത്തക്കമ്പിലും ജബ്ബാറിനും കിട്ടിയാൽ പോലെ തങ്ങൾക്കൊന്നുമില്ല. കണ്ട, ഞാൻ ചുട്ടിറച്ചിയതൊന്നും ഒരാളെ ഒന്നും വേറൊന്നുമില്ല. അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു. ഓലബോധിക്ക് അല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടി. എങ്ങനത്തെ പെണ്ണുങ്ങള് കാനത്തരുൾ ഖദീദ മീബക്ക, മക്കയിൽ വെച്ചിട്ട് ഉണങ്ങിയ ഇറച്ചി തിന്നലുണ്ട്, എൻ്റെ ഉമ്മ തിന്നലുണ്ടെന്നാ പറയുന്നത്. എന്നുവെച്ചാലോ അത്രമാത്രം പേടിക്കേണ്ട ഇല്ലാന്ന് തങ്ങളെ വിനയം ഇങ്ങനെ കാണിക്കുന്നത്. അതാ അൽ ഖദീദ് എന്ന് പറഞ്ഞാൽ വൽ ലഹമു യുഖ്തഉ, ഇറച്ചി എന്താക്കുന്ന ഉണക്കി തിരണ്ടി പോലെയാക്കൂലേ. വയജഅലു ഫി ശംസി ഹത്താ യസ്ജിഫ, ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെക്കും, എന്നിട്ടോ ഇടക്കിടക്ക് അതിൻ്റെ ഭാഗം പോലെ മുറിച്ചു തിന്നും. വക്കാനത്ത് ആദത്തുൽ അറബി അഖിലുഹു, അറബികളെ പതിവ് എന്താന്ന് തിന്നലി. അപ്പോൾ ഫക്കന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക അൻ അദ്മി തകബ്ബുരിഹി വ തജബ്ബുരിഹി, ഞാൻ കിബിറ് കാട്ടുന്ന ആളോ ഞാൻ വേറെ ആളെ ശിക്ഷിക്കുന്ന ആളോ വേറെ അടിക്കുന്ന ആളോ കുത്തുന്ന ആളൊന്നും അല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. അല്ലാണ്ട് തങ്ങൾക്ക് നിസാലത്തിലോ അനുഭവത്തിലോ ഒന്നുമില്ല. ഞാൻ തരണ്ടി കുറച്ച് തിന്നുന്ന ആളെ മോളാന്ന് മോനാന്ന് എന്നെ വന്ന് തങ്ങൾ തന്നെ പറഞ്ഞു ഭക്ഷണം വിശ്വസിക്കുന്നു പറഞ്ഞു. വായ്പ വാങ്ങിയിട്ട് അടിക്കണം, വടി വായ്പ വാങ്ങണം, ഇല്ലെങ്കിൽ 2 വടിയുണ്ട് ഇവിടെ. അപ്പൊ ഉച്ചക്കത്തിൽ ഓറെന്താക്കി പറഞ്ഞ് സമാധാനിപ്പിച്ച് പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ള എന്താക്കി പറഞ്ഞു. പേടിയെല്ലാം മാറിയിട്ട് തങ്ങളെ തവാദുഅ കണ്ടപ്പോൾ എന്താക്കി പറയേണ്ട പറഞ്ഞു. فقام النبي صلى الله عليه وسلم فقال يا أيها الناس إني أوحي إلي أن تواضعوا, ജനങ്ങളെ എന്നോട് അല്ലാഹു തആല വഹി അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ വിനയമുള്ളവരാവണം. അലാ ഫതവാദഉ, കണ്ട അത് പറഞ്ഞ്. ഹത്താ ലാ യബ്ഗിയ അഹദുൻ അലാ അഹദിൻ, ഒരാൾ ഒരാളെ മേൽ ചാടിക്കയറാൻ പാടില്ല. വലാ യഫ്ഖറ അഹദുൻ, ഒരാൾ ഫഖർ പറയും വേണ്ട. വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ. ഇനി വേറൊരു സംഭവം വരട്ടെ. وعن قيلة بنت مخرمة رضي الله عنها أنها كانت قيلة إن أسري برينا لما رأيت رسول الله صلى الله عليه وسلم متخشعا في الجلسة, ഇരുത്തത്തിൽ വലിയ ഖശിയത്തുള്ള ഖുശൂഉള്ള ഒരു ഇരുത്തം,
വഹുവ ഖായിദുൽ ഖുറുഫുസ എന്ന് പറഞ്ഞ യുദ്ധത്തിൻ്റെ പേരാണ്. ഒരിങ്ങനെ കാലം മടക്കിയിട്ടൊരു യുദ്ധം. ഉർഇത്തു മിനൽ ഫറഖി, പേടി ഞാൻ ആനാകെ വിറച്ചുപോയി. ഫഖാല റജുലുൻ, അപ്പോൾ റജുല് പറഞ്ഞു, യാ റസൂലുള്ളാഹി ഉർഇദത്തിൻ മിസ്കീനത്ത്, ആ മിസ്കീനത്തായ പെണ്ണുങ്ങൾ വല്ലാണ്ട് വിറച്ചു പോയി. അതാ കാലത്ത് കൈല പറയുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യൻദുർ ഇലൈ, എന്നെക്കൊണ്ട് നോക്കിയിട്ടില്ല. വാന ഇന്ദ ലഹരി, ഞാൻ പിന്നിലുള്ളത്. യാ മിസ്കീന അലൈക്കി സക്കീന, മിസ്കീനത്തായ പെണ്ണുങ്ങളെ നിങ്ങൾ സമാധാനിക്കൊന്നും പേടിക്കണ്ടില്ല. നല്ല അർത്ഥം പ്രാസത്വമാക്കുക. യാ മിസ്കീന അലൈക്കി സക്കീന. ഫലമ്മ കാലഹ അദ്ഹബല്ലാഹു മാ കാന ദഖല ഖൽബി മിനർ റുഅബ്, എൻ്റെ മനസ്സിൽ കടന്ന പേടിയെല്ലാം കൊണ്ട് പോയി. വഫീ ഹാദിഹിൽ വഖാഇ മാ ബഅദി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും ദലീലുൻ ളാഹിറുൻ അലാ ഖുവ്വത്തി മഹാബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ബഅദു സ്വഹാബത്തിൻ്റെ അവസരത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ല, അതിലെന്തുണ്ട്, തങ്ങൾ ആ മഹാബത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ومن ذلك ما جاء عن أبي مسعود البدري رضي الله عنه قال إني لأضرب غلاما لي, ഞാൻ എൻ്റെ ഗുലാമിനെ അടിക്കുന്നു. ഐ യദ്രിബു അബ്ദൻ മംലൂക്കൻ ലഹു, എന്തിനടിക്കുന്നു? ബി സബബി അന്നഹു അദ്നബ മഅഹു, ആ മംലൂക്കായ അബദന്റെ കൊറ്റക്കെട്ട് കാട്ടിയനി ആരാന്നും ബദരിയ പറയുന്ന അബി മസ്ഊദുൽ ബദരി. ഇത് സമയത്ത് സൗതം മിൻ ഖൽഫി, എൻ്റെ ബേക്കിൽ നിന്ന് ഞാൻ ശബ്ദം കേട്ടു. യഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് ഖാല ഫജഅൽതു ലാ അൽതഫിതു ഇലൈഹി മിനൽ ഗളബി ഹത്താ ഖശീനി, ആ അടിമണിയോട് ദേഷ്യം പിടിച്ച കാരണത്താൽ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫൈദാഹു, നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറഞ്ഞാണ്. ഖാല അബൂ മസ്ഊദ് പറയുന്നു, ഫലമ്മാ റഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടപ്പോൾ വഖഅ സൗതു മിൻ യദി മിൻ ഹൈബത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുള്ള പേടി കാണത്താൽ എൻ്റെ കയ്യിലുള്ള വടി തലയ്ക്ക് വീണുപോയി. ഫഖാല ലി, എന്നോട് പറഞ്ഞു, വല്ലാഹി അല്ലാഹു അഖ്ദറു അലൈക മിൻക അലാ ഹാദാ, നിൻ്റെ ഈ അടിമന നീ തല്ലുന്നുണ്ടല്ലോ, ആ നിൻ്റെ മേലിൽ അല്ലാഹു തആല ഏറ്റവും ശക്തിയുള്ളവനാണ്. അതുപോലെ നിന്നെ ഈ അടിമ വലിയ ഒരു അതുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാഹി ലാ അദ്രിബു ഗുലാമൻ ലീ ബഅദഹാ അബദാ, ഇനി ഒരു ഗുലാമിനെ ഞാൻ തല്ലൂലാന്ന് പ്രതിജ്ഞയെടുത്തു. വഫീ റിവായത്തിൻ ഫഖുൽതു യാ റസൂലല്ലാഹി ഹുവ ഹുർറുൻ ലിവജില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഹുറാക്കി ഇത്രയ്ക്ക് ചൊല്ലിക്കളഞ്ഞു അല്ലേ. فقال صلى الله عليه وسلم ما لو لم تفعل لفحتك النار ഔ ലമസ്തക النار, അങ്ങനെ നീതി ഒരു കഫാറത്ത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിന്നെ നരം തൊടുകുമായിരുന്നു എന്ന് പറഞ്ഞു. അതായത് നീ ശിക്ഷാർഹനായി മാറും. അത് വാൻ സൈനബി സഖഫിയ, സൈനബ സഖഫിയ്യത ഇംറത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, തങ്ങളുടെ ഭാര്യയാണ് സൈനബ റളിയല്ലാഹു അൻഹു. قالت قال رسول الله صلى الله عليه وسلم تصدقن يا معشر النساء ولو من حليكن, തങ്ങളൊരു ബാലാണത്. നിസായിൻ്റെ പെണ്ണുങ്ങളെ കൂട്ടമേ, നിങ്ങൾ സദക്ക കൊടുക്കണേ, നിങ്ങൾ ആവരണത്തിൽ നിന്നെങ്കിലും. അതിന് ആവരണം എന്ന് പറയുന്നത് എന്തിനാന്ന്? ആവരണം ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും അവർക്ക്, അതിൽ നിന്നെങ്കിലും കൊടുക്കണം. കാലത്ത്, അപ്പോൾ ആര് പറയുന്നത്? സൈനബ പറയുന്നത്, ഫറജഅതു അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, തങ്ങൾ കുറേ ഭർത്താവല്ലേ, ഭർത്താവിനോട് പറഞ്ഞു, ഫഖുൽതു ലഹു, ഞാൻ പറഞ്ഞു, ഇന്നക റജുലുൻ ഖഫീഫുൻ ദാത്തിൽ യദി, നിങ്ങൾ കയ്യിലൊന്നുമില്ലാത്ത സാമ്പത്തികം കുറഞ്ഞ ഭർത്താവല്ലേ, അപ്പോൾ ഞാൻ സദക്ക കൊടുക്കും, ഇങ്ങനെ തന്നാൽ പറ്റുമോ? ഭർത്താവിന് തന്നെ സദക്ക കൊടുക്കാൻ, പുറത്തു കൊടുക്കുന്നതിനേക്കാണ്. അതായത് ഖലീലുൽ മാൽ. വഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറനാ ബിസ്സദഖ, സദഖ കൊണ്ട് തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഅതിഹി ഫസ്അലു, നിങ്ങൾ പോയിട്ടൊന്ന് തങ്ങളോട് ചോദിക്കുക, സദഖ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നാൽ പറ്റുമോ ഭർത്താവിന്. ഫൈൻകാന ദാലിക, അത് മതിയാകുമെങ്കിൽ അന്നി ഐ ദഫഅതു ലക്കും, ഞാൻ നിങ്ങൾക്ക് തരാം, തങ്ങൾ പറയണം. വഇല്ലാ സറഫ്തുഹാ ഇലാ ഗൈരിക, അല്ലെങ്കിൽ പുറത്തുള്ള ഫക്കീർമാർക്ക് കൊടുക്കാം. ഫഖാല ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ബലിഹത്തിഹി അൻതി, നീ പോയിക്കോന്ന് പറഞ്ഞു. എന്നാ പേടിച്ചു. കാലത്ത്, അപ്പോൾ സൈനബ പറയുന്നത്, ഫന്തലഖ്തു, ഞാൻ പോയി.
ഫൈദംറഅത്തുമിനൽ അൻസാർ, അപ്പോൾ അൻസാരിമാരിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളുണ്ട് ബിബാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദക്ക് നിൽക്കുന്നു. എന്താ പെണ്ണുങ്ങൾ എന്നത്? ഹാജത്തി ഹാജത്തുഹ, എൻ്റെ ഹാജത്ത് പെണ്ണുങ്ങൾ ഹാജത്ത് ഒന്ന് തന്നെ, ഭർത്താവിൻ്റെ കൈമേലൊന്നുമില്ല, അവർക്ക് സർക്കം കൊടുത്താൽ പറ്റുമെന്ന് ചോദിക്കാനാണ് തോന്നുന്നു. എന്താണ്? വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉൽഖിയത അലൈഹിൽ മഹാബ, ആ മഹാബത്ത് ഇറങ്ങുന്ന ജലാലത്ത് ഇറങ്ങുന്ന സമയമാണ്. ഫഖറജ അലൈനാ ബിലാൽ, അപ്പം ബിലാൽ തങ്ങൾ പുറത്തേക്ക് വന്നു. ഫഖുൽനാ ലഹു, ബിലാലിനോട് പറഞ്ഞ് ഏത്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പോയി ചോദിക്കണം. ഫഅഖ്ബിർഹു അന്ന ഇംറഅത്തൈനി ബിൽ ബാബി തസ്അലാനിക, രണ്ട് പെണ്ണുങ്ങൾ വാതിൽക്ക് നിൽക്കുന്നുണ്ട്. ആര്? ഒന്ന് അൻസാരിമാരിൽപ്പെട്ടൊരു പെണ്ണുങ്ങൾ, മറ്റൊന്ന് സൈനബ. ആ തുജ്സിഉ സദഖത്തു അൻഹുമാ അലാ അസ്വാദിഹിമാ, അവരെ ഭർത്താക്കന്മാർക്ക് സദഖ കൊടുത്താൽ മതിയാകുമോ? സാമ്പത്തികമില്ലാത്ത. അല ഐതാമിൻ ഫി ഹുജൂരിഹിമ, അവരുടെ മടിത്തട്ടിൽ വളരുന്ന ചെറിയ യതീമക്കളും ഉണ്ട്. അതെ, ഫി തർബിയത്തിഹിമ, അവർക്ക് കൊടുത്താലും പറ്റുമോ? വലാ തുഖ്ബിർഹും അന്നഹു, ഞങ്ങൾ ആരാന്നെന്ന് പറയുന്നു പാടാന്ന്, അടപ്പണ്ട് ചോദിച്ചാൽ മതി. ഫദഖല ബിലാലുൻ റളിയല്ലാഹു അൻഹു കയറി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലി ഫസഅലഹു, അങ്ങനെ മസ്അല ചോദിച്ചു. ഫഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹും, ഏതായി രണ്ട് പെണ്ണുങ്ങൾ, ഇനിയിപ്പോൾ രണ്ട് പറ്റില്ലല്ലോ. ഫഖാല ഇംറഅത്തു മിനൽ അൻസാരി വ സൈനബു എന്ന് പറഞ്ഞു. അൻസാരിമാരിൽപ്പെട്ട ഒരു പെണ്ണുങ്ങളുണ്ട്, സൈനബുണ്ട് അല്ലേ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു സയാനിബി ഹിയ, എത്ര സൈനബുണ്ട്, ഏത് സൈനബിയാണ്? ഖാല ഇംറഅത്തു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, തങ്ങളുടെ ഭാര്യയായ പെണ്ണുങ്ങളാന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുമാ അജ്റാനി, ആ ഭർത്താവിന് സദഖ കൊടുത്ത പെണ്ണുമാരുണ്ടല്ലോ, അവർക്ക് രണ്ട് വിധത്തിലുള്ള കൂലിയുണ്ട് എന്ന് പറഞ്ഞു. ഒന്നെന്താ പാവപ്പെട്ടവർക്ക് കൊടുത്തു, മറ്റൊന്ന് അവർ അടുത്തുള്ള എന്താ അജ്റുൽ ഖറാബത്തുണ്ട്, വാജുറു സദഖയുണ്ട്. പാടെ വെക്കാൻ തോന്നുന്നു അല്ലേ. കുഞ്ഞാകുമ്പോൾ ഇങ്ങനത്തെ ഇത് തരാൻ പറയണല്ലേ.